ഇപ്പോൾ ചോദ്യം ചോദിച്ച വ്യക്തി ആദ്യം ചോദിച്ച മിസ്റ്റർ സിദ്ദീഖിന്റെ ജ്യേഷ്ഠ സഹോദരൻ മഹ്മൂദാണ്. അദ്ദേഹവും കുറെ വർഷങ്ങളായി മുഖാമുഖ പരിപാടികളിൽ ചോദിക്കലിന്റെ എക്സ്പെർട്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ചോദ്യം. പേരോടിന് ഒരു വടിയും പാറക്കല്ലും ഞാൻ തന്നാൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് നീരുറവകൾ ഉണ്ടാക്കാൻ പറ്റുമോ? അതിൽ നിന്ന് കല്ലും വടിയും തന്നാൽ അതിൽ നിന്ന് നീരുറവകൾ ഉണ്ടാക്കി തരുമോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാവില്ല? കഴിയുമെങ്കിൽ എന്തുകൊണ്ട് കഴിയും? ഇനി ഇന്ന് കഴിയില്ലെങ്കിൽ എപ്പോൾ കഴിയും? പിന്നെ മൂസാ നബിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞു? അതും പറയാം. നല്ല ചോദ്യം. അങ്ങനെ ചോദിക്കണം പഠിക്കാൻ വേണ്ടി. നല്ല ചോദ്യം. എനിക്ക് കഴിയില്ല, കാരണം ഞാൻ നബിയല്ല, ഞാൻ വലിയല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് എനിക്ക് കഴിയില്ല. കഴിയാത്തതിന്റെ കാരണം പറഞ്ഞു, കഴിയൂല എന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് ബടിയും കൊണ്ടേണ്ട, കല്ലും കൊണ്ടേണ്ട. ഇനി മൂസാ നബിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞു എന്നാണ് ചോദ്യം. നബി ആയതുകൊണ്ടാണ്. അതും കഴിഞ്ഞു. ഇനി എന്താ ചോദ്യം? നമ്മളൊരു സാഹസത്തിലല്ലേ അങ്ങോട്ട് കൊണ്ട് കലാലിന്റെ ആവശ്യമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബി വര്യന്മാരോ നബിക്ക് മുമ്പ് മരിച്ചുപോയ ഇബ്രാഹിം നബി, നൂഹ് നബി, ലൂത്ത് നബി, മൂസാ നബി എന്നിവരെ വിളിച്ച് സഹായം തേടിയതായി ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ? ചോദ്യത്തിന്റെ തുടക്കം ഞാൻ കേട്ടില്ല. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ജീവിച്ചുപോയ ലൂത്ത് നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഹൂദ് നബി എന്നീ നബിമാരെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബി വര്യന്മാരോ മൊയ്തി ഷഹയെ രക്ഷിക്കണം, റിഫായി ഷഹയെ രക്ഷിക്കണം എന്നുള്ള രൂപത്തിൽ സഹായം തേടിയിട്ടുണ്ടോ? അപ്പോ ജീവിച്ചിരിക്കുന്നവരോട് അഭൗതികമായ നിലയ്ക്ക് സഹായാർത്ഥന നടത്തിയാൽ ശിർക്കാണ് എന്ന് മുജാഹിദ് എഴുതിയത് ഒന്നുകിൽ പിൻവലിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ അതുണ്ട് എന്ന് പറയാം. അത് കഴിഞ്ഞ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുക. കാരണം നമ്മൾ ആ വിഷയത്തിൽ നിങ്ങളുടെ മുജാഹിദ് സെന്ററിന് പ്രസിദ്ധീകരിച്ച ബുക്കാണ് ഞാൻ വായിച്ചത്. അതിൽ പറഞ്ഞ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണ്. ജീവിച്ചിരിക്കുന്നവരോടോ എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് അതിന് കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് മറ്റേ വിഷയത്തിൽ കടന്നു കഴിഞ്ഞാൽ ഉടനായ തോന്നും. KL13 C1090 വാഹനം ഉടനെ പാർക്ക് ചെയ്തതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതാണ്. ചോദ്യകർത്താവ് ബുദ്ധിമുട്ടില്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നത് നന്നായിരിക്കുന്ന നിർദ്ദേശം. ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം. എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഉസ്താദിനും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇരുന്നിട്ട് ഉത്തരം പറയുന്നതുകൊണ്ട്, എനിക്കും ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇരുന്നുകൊണ്ട് ചോദ്യം ചോദിക്കുന്നു. എന്നാൽ മറ്റുള്ളവര് പറഞ്ഞോ എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. ഖുർആനിലും സുന്നത്തിലും ഈ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബിയോ ലൂത്ത് നബിയോ മൂസാ നബിയോ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ മുൻനിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബി വര്യന്മാരോ മൊയ്തി ഷഹയെ രക്ഷിക്കണം, ബലീങ്ങളെ രക്ഷിക്കണം എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. ഖുർആനിലും ഹദീസിലൂടെയും തയ്ക്കാൻ ഉസ്താദിന് സാധിക്കുമോ? അതാണ് എന്റെ ചോദ്യം. അതിന് ഉത്തരം പറയുക. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അതെ, നിങ്ങൾക്ക് ആവശ്യമില്ല. മറ്റുള്ളതൊന്നും പറയൽ ആവശ്യമില്ല. ശരിയാണ്, അയാൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ല. ശരിയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ പറയൂ. എനിക്ക് ആവശ്യമുള്ളതല്ലേ ഞാൻ പറയാം. എനിക്കിത് രണ്ടിലൊന്ന് തിരിയണമെന്ന് ആവശ്യമുണ്ട്. മുജാഹിദ് സെന്ററിന് പ്രസിദ്ധീകരിച്ച ബുക്കില് ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിച്ചാലും മരിച്ചവരോട് സഹായം ചോദിച്ചാലും അഭൗതികമായ നിലയ്ക്ക് സഹായം, മനുഷ്യകഴിവിനതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിച്ചാൽ ബഹുദൈവ വിശ്വാസിയാണ്, മുശ്രിക്കാണ് വേണ്ടി ഞങ്ങളെ സഹായം ചോദിച്ചാൽ ഞങ്ങളെയൊക്കെ മുശ്രിക്കാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ആ ആശയക്കാരൻ മുജാഹിദ് ആശയക്കാരനാണോ നിങ്ങൾ? ഞാൻ മുജാഹിദ് ആശയക്കാരനേ അല്ല, ഞാൻ മുജാഹിദ് ആശയത്തിൽ നിന്ന് പിന്മാറിയ ആളാണ്. എനിക്കിതിനെക്കുറിച്ച് മാത്രമേ ചോദിക്കാനുള്ളൂ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ എനിക്ക് വേറൊരു സംശയം അങ്ങോട്ട് ചോദിക്കാനുണ്ട്.
അതാ ചോദിക്കാം. ഇപ്പൊ ചോദിക്കുന്നത് നിങ്ങൾ മുജാഹിദാണെന്ന് വിചാരിച്ചിട്ടാ. മുജാഹിദിന്റെ ഈ ആശയം ഇത് തെറ്റാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചോ? അല്ലെ പിന്നെ ഇങ്ങനെ നടത്തിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഓരോന്നോരോ തീരുമാനം. അതിന്റെ ചോദ്യത്തിന്റെ മറുപടി അദ്ദേഹത്തിന്റെ സുഹൃത്തായ ജുനൈദ് ചോദിക്കുന്നു. ഞാൻ നിന്നോട് സംസാരിക്കാം. സദസ്സിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളോട് ചോദിക്കുന്നതാണോ മരിച്ചവരോട് ചോദിക്കുന്നതാണോ എന്നുള്ളതാണ് ഉസ്താദിന്റെ ചോദ്യം. അതായത് ജീവിച്ചിരിക്കുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ള ഒരു പരിധിയുണ്ട്. ജീവിച്ചിരിക്കുന്ന ആൾക്ക് നമ്മളെ സഹായിക്കാനുള്ള ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറമുള്ള ചോദ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാനിപ്പോ ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യാണ്. പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പ്ലെയിന് എന്താ പറയാ ആടി ഒലയുകയാണ്. അതായത് കാർമേഘത്തിൽപ്പെട്ട് ആടി ഒലയുന്ന ഒരു പ്ലെയിൻ. ഈ പ്ലെയിനിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ ആ പ്ലെയിനിലുള്ള ഒരു മനുഷ്യനിക്കും കഴിയില്ല. എന്നെ രക്ഷിക്കാൻ എന്റെ എന്താ പറയാ ഈ കാർഗത്തിന്റെ മേൽ അധികാരമുള്ളതും ഈ പ്ലെയിൻ താങ്ങി എന്താ പറയാ പ്ലെയിൻ ആകാശത്തൂടെ പറക്കാൻ വേണ്ടി ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത പടച്ചവന് മാത്രമേ എന്നെ രക്ഷിക്കാൻ അവിടെ കഴിവുള്ളൂ. അങ്ങനെ ഈ പടച്ചവന് മാത്രമുള്ള ഈ കഴിവ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ് എന്ത് ഈ പ്രാർത്ഥന എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഉസ്താദിനോട് ഇപ്പൊ ഒരു ചായ തരാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു 50 രൂപ കടം തരാൻ വേണ്ടിയോ ചോദിക്കുന്ന ചോദ്യമല്ല ഇത്. നിങ്ങൾ ഇങ്ങനെ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ആ പ്ലെയിനിൽ തന്നെ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു വലിയ അല്ലെങ്കിൽ ആരെങ്കിലും ഇരിക്കുകയാണ്, വലിയ എന്നെ ഈ ആപത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് അഭൗതികമായ മാർഗത്തിലൂടെ അതായത് ഈ കാർമേഘത്തെ ഒക്കെ നിയന്ത്രിച്ചുകൊണ്ട് എന്നെ സഹായിക്കാൻ കഴിയും എന്നുള്ള ആ ധാരണയിൽ അഭൗതികമായ മാർഗത്തിലൂടെ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ഞാൻ ആ വലിയനോട് ചോദിക്കുകയാണ്. അത് ശിർക്ക് തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന ആളോട് ചോദിച്ചാലും ശിർക്കാണ്, മരിച്ചവരോട് ചോദിച്ചാലും ശിർക്കാണ്. ഇതാണ് അതിലുള്ള വ്യത്യാസം. ഉസ്താദിന് നമ്മളിപ്പോ പറയുന്നത് ഇങ്ങനെ അഭൗതികമായ മാർഗത്തിലൂടെ അതായത് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ഔലിയാക്കന്മാരോട് മരിച്ചവരായാലും ജീവിച്ചിരിക്കുന്നവരായാലും അവരോട് ചോദിക്കുന്നതാണ് ഇവിടെ തർക്ക വിഷയം. ഈ വിഷയത്തിൽ ആണ് നമ്മൾക്ക് ഉത്തരം കിട്ടേണ്ടത്. ഇങ്ങനെ ഒരു പ്രവാചകനും മുൻകഴിഞ്ഞു പോയിട്ടുള്ള ഒരു പ്രവാചകനോടും പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ആരും അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഖുർആന്റെ അധ്യാപനം. ഇതാണ് ഇവിടെ വ്യക്തമാകേണ്ടത്. ഞാൻ നേരത്തെ ചോദിച്ചത് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു പ്രാർത്ഥന പോലും ഖുർആനിൽ നിന്ന് ഇതുവരെ ഒരു പ്രവാചകനും പ്രാർത്ഥിച്ചതായിട്ടും ഇവിടെ കിട്ടിയിട്ടില്ല. എങ്ങനെയാ കിട്ടാത്തവർ ഇയാള് മാത്രല്ല, അബൂജഹലിന് ഒരു തെളിവും കിട്ടിയിട്ടില്ല, ഫിർഔന് തെളിവ് കിട്ടിയിട്ടില്ല, അതുപോലെ ഖാറൂന് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരുപാട് ആള് പറയുന്നുണ്ട് അമ്പിയാക്കൾ വന്നിട്ട് തെളിവ് കിട്ടിയിട്ടില്ല. തെളിവ് കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആളുണ്ട്. അത് ഒരാളും രണ്ടാളൊന്നല്ല. നിങ്ങളാരും അല്ലാഹു അക്ബർ എന്ന് പറയേണ്ടിയില്ല. തെളിവ് കിട്ടാത്ത ആൾ ഇയാൾ മാത്രമൊന്നല്ല. ഈ അമ്പിയാക്കൾ മുഴുവൻ വന്നിട്ട് അബൂജഹലിന് തെളിവ് കിട്ടിയില്ല. ബുഖാരിയിലുണ്ട് ഒരു അധ്യായം. എന്താ അധ്യായം? ബാബു സുആലിൽ മുശ്രിക്കീന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻയുരിഹും ആയ. മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹിനോട് ഒരു മുഴുവൻ കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു, തെളിവ് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഫറാഹും മിൻ ശിഖാഖൽ ഖമർ, ചന്ദ്രനിലേക്ക് ചൂണ്ടിട്ട് നോക്കിക്കോന്ന് ചന്ദ്രൻ പളർച്ച കാണിച്ചു. നേരെ അബൂജഹൽ തന്നെ തെളിവ് കിട്ടിയെന്ന് പറഞ്ഞോ? അബൂജഹൽ പറഞ്ഞു അതൊന്നല്ല ഞാൻ ചോദിച്ചത്, അതൊന്നല്ല ഞാൻ ചോദിച്ചത്. അപ്പൊ അബൂജഹലിന് തെളിവിട്ടില്ല. പിന്നെ അബൂജഹൽ പറയുന്നു. പക്ഷെ ഈമാൻ അള്ള കൊടുക്കാൻ വിചാരിച്ചവരുണ്ടല്ലോ, ഉദ്ദേശിച്ചവര്, അത് ഇവിടെ ചേരവാൻ പെരുമാളടക്കം അത് കണ്ട് ഈമാനുള്ളവരായി. അപ്പൊ ഈമാൻ നമുക്ക് വിതരണം ചെയ്യാനാവൂലോ, വിശ്വാസം അള്ള കൊടുക്കണ്ടേ? അപ്പൊ തെളിവ് കിട്ടിയില്ല എന്ന് പറയുന്നത് ഒന്നും രണ്ടൊന്നല്ല. തെളിവ് കിട്ടിയില്ല എന്ന് പറയുന്നവരാണ് അമ്പിയാക്കളെ മുഴുവൻ വിരോധികളും. അവരെങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ വിഷയം പടച്ചവനാണ് എന്ന് വിചാരിച്ചിട്ട് പ്ലെയിനായാലും ട്രെയിനായാലും ബസ്സായാലും വ്യത്യാസമില്ലേ? പ്ലെയിനാവുമ്പോഴേക്കൊരു ചിർക്ക്, ട്രെയിനാവുമ്പോ തൗഹീദ്. അത് സൈക്കിളാണെങ്കിലോ സുന്നത്ത്, മോട്ടോർ സൈക്കിളാകുമ്പോ ഫർള്. ഇങ്ങനെയൊന്നുമില്ലേ? ചിർക്കും തൗഹീദ് വിശ്വാസത്തുമ്പോൾ അധിഷ്ഠിത. അത് പ്ലെയിനാവുമ്പോ ടിക്കറ്റിന് കുറച്ച് പൈസ കൂടുന്നേ ഉള്ളൂ. പ്ലെയിനാവുമ്പോ നിയമത്തിന് മാറ്റമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇയാൾ പറയുന്നത് അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അള്ളാഹ്ക്കല്ലാണ്ട് രക്ഷിക്കാൻ കഴിയൂലാണ്. ഞാൻ പറയട്ടെ, ഈ സ്റ്റേജും വരെ ഞാനിവിടെ ഇരിക്കുമ്പോഴും എന്നെ ഒരു സെക്കൻഡ് രക്ഷിക്കാൻ അള്ളാഹ്ക്കല്ലാതെ കഴിയൂല. ഞങ്ങൾ മുസ്ലിമുകളെ വിശ്വാസം അങ്ങനെ പ്ലെയിനിന് മാത്രമല്ല, ഏത് സമയത്തും രക്ഷിക്കുന്നവൻ അള്ള മാത്രം. പക്ഷെ അള്ള രക്ഷിക്കാൻ അള്ള വെച്ച കാരണങ്ങളുണ്ട്.
ആ കാരണങ്ങളിൽ പെട്ടതാണ് മഹാന്മാരോട് ചോദിക്കൽ. ആ കാരണങ്ങളിൽ പെട്ടതാണ് മുഅ്ജിസത്തുള്ളവരോട് ചോദിക്കൽ, കറാമത്തുള്ളവരോട് ചോദിക്കൽ. അങ്ങനെ ചോദിക്കുമ്പോൾ രക്ഷിക്കുന്നത് ആര്? അള്ളനെ. രക്ഷിക്കുന്നത് അള്ളനെ. അള്ളാഹുവിൽ നിന്ന് കിട്ടാനാ. ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം വേണം. എന്തിനാ ചോദിച്ചത്? അള്ള വെള്ളം തരാനാ. അള്ള വെള്ളം തരാനാ വെള്ളത്തിന് ചോദിച്ചത്. അപ്പൊ കിട്ടൂ. നോക്കോളെ, ഇതല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എനിക്ക് ഉറപ്പായി അള്ളയാ തന്നത്. അതുകൊണ്ടാ ഞാൻ ബിസ്മി ഇബ്രാഹിം സഖാദിക്കുമ്പോൾ ഇതല്ല പറയുന്നത്. അള്ളാന്റെ പേരോട് നടന്നത്. കാരണം ഇത് അള്ളയാ തന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. സർവസ്തുതി അള്ളാഹ്ക്ക് ഇയ്യാക്കല്ല. എന്താ കാരണം? അള്ളാഹുവിങ്കൽ നിന്ന് കിട്ടാൻ കാരണമാണ് ഇയാളോട് ചോദിക്കുന്നത്. കിട്ടി. നേരെ മറിച്ച് അള്ളാഹിനോട് പറയാ, ഒരു ഗ്ലാസ് വെള്ളം തരണേ. കിട്ടുന്നില്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് കഴിയില്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് കഴിയില്ല. അള്ള വെച്ച കാരണമായിട്ട് ബന്ധപ്പെടണം. അപ്പോഴാ അള്ള തരിക. അള്ളല്ലേ തരുന്നത് വെച്ച് വെറുതെ ഇരുന്നാ കിട്ടൂല. അപ്പൊ അള്ളാഹു വെച്ച കാരണമാണ് മഹാന്മാരോട് ചോദിക്കൽ. അത് മൂസാ നബിയുടെ അനുയായികൾക്ക് അറിയാം. അള്ളാഹുവിങ്കൽ നിന്ന് മരുഭൂമിയിൽ വെള്ളം കിട്ടാറാണ്. ഈ മരുഭൂമിയിൽ വെള്ളട്ടാങ്കിയില്ല. ഇവിടെ ജലസേചന വകുപ്പിന്റെ മന്ത്രിയുമില്ല. നമ്മളെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയില്ല. ഇവിടെ വെള്ളം കിട്ടണോ? വെള്ളം കിട്ടാൻ എന്താ പണി? വെള്ളം കിട്ടാൻ പണി മൂസാ നബിയുടെ അനുയായികൾ മനസ്സിലാക്കുന്നു. നബിയോട് ചോദിക്കന്നെ. അതാ നബിയോട് ചോദിച്ചു. അതാ ഖുർആൻ പറഞ്ഞത്. അതെ, വഔഹൈനാ ഇലാ മൂസാ ഇദ് ഇസ്തസ്ഖാഹു ഖൗമുഹു. പ്ലെയിനിൽ അവ മേലെ, ഇതാവുമ്പോഴോ ഇത് മരുഭൂമിയിൽ ചോടെ കുറച്ച് മോളോട്ട് പൊങ്ങുമ്പോ ശിർക്ക്, തായാവുമ്പോ തൗഹീദാ. അതേ മരുഭൂമിയുടെ മുകളിൽ കയറിയാൽ പ്ലെയിനിലാവുമ്പോ ശിർക്ക്, മരുഭൂമിയുടെ ചോടയാവുമ്പോഴോ തൗഹീദ്. ഇതെന്ത് തൗഹീദാ? എത്ര കിലോമീറ്റർ ഉണ്ടാ തൗഹീദ് വരിക? എത്ര കിലോമീറ്റർ ആ തൗഹീദ് ശിർക്കിന്റെ ഇടയിലുള്ള വ്യത്യാസം? അപ്പോ നിങ്ങൾ ആലോചിക്കണം. അള്ളാഹു ബഹുമാനിച്ച മൂസാ നബിയോട് ഒരു നിലക്കും വെള്ളം കിട്ടാൻ വകുപ്പില്ല. ദാഹിച്ചിപ്പം മരിക്കും. വെള്ളം കിട്ടാൻ ഒരു വകുപ്പില്ല. ആ സമയത്താണ് മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് തേടും. ഖുർആൻ പറയുന്നു, വഔഹൈനാ ഇലാ മൂസാ ഇദ് ഇസ്തസ്ഖാഹു ഖൗമുഹു. മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ നമ്മൾ വഹി അറിയിച്ചു മൂസാ നബിക്ക്. എന്താ വഹി അറിയിച്ചത്? അനുമതിയാക്കൽ ഹജർ. നിങ്ങൾ വടി കൊണ്ട് പാറക്കടിക്കുക. 12 തോടുകൾ അതാ പൊട്ടി ഒഴുകും വെള്ളക്കും വെള്ളത്തിൽ. അപ്പൊ അള്ളാഹുവിങ്കൽ നിന്ന് വെള്ളം കിട്ടാൻ അള്ളാന്റെ നബിയോട് തേടുന്നു. തേടുമ്പോൾ കിട്ടുന്നു. അത് അഭൗതികമായ നിരക്ക് കിട്ടുന്നു, സാധാരണ നിരക്കല്ല. ഗ്ലാസിന് വെള്ളം ഒരു ഫ്ലാസ്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയായിരുന്നു ഇബ്രാഹിം സഖാബിനോട് ചോദിച്ച പോലെയാണ്. അങ്ങനല്ല, ഇത് പാറയ്ക്ക് വടി കൊണ്ടടിച്ചിട്ട് വെള്ളം കൊടുക്കണം. അപ്പൊ മൂസാ നബിയാണെന്ന നിലക്കാ ചോദിച്ചു, പടച്ചവനാണെന്ന നിലക്കല്ല. ദിവ്യത്വം കൽപ്പിച്ച് ചോദിക്കാന്ന് അറിയില്ലേ? എന്താ ഈ ദിവ്യത്വം കൽപ്പിച്ച് ചോദിക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ദിവ്യത്വം കൽപ്പിച്ച് ചോദിക്കുക എന്താ അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? ദിവ്യത്വം കൽപ്പിച്ച് ചോദിക്കാന്ന് പറഞ്ഞല്ലോ നേരത്തെ ഒരു ചോദ്യാർത്ഥാണ്. എന്താണ് അതിന്റെ അർത്ഥം? പടച്ചവനാണെന്ന് ചോദിക്കാനാണോ? അതല്ല നിങ്ങൾ ഉറപ്പ്. ഞങ്ങൾ ആരും പടച്ചവനാണെന്ന് ഒരു നബിയോട് ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് ആദ്യം തന്നെ ഖുർആനിൽ ഇറങ്ങിയ ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, പടച്ചവനായ അള്ളാന്റെ പേര് കൊണ്ട് തുടങ്ങി ഓതണമെന്നാ. അവിടെ ഞങ്ങളെ പള്ളിയിലെല്ലാം ബിസ്മി ഓതുന്നത് ആദ്യം ചെറിയ ആയത്താണ്. എന്ത് ഓതും? ബിസ്മി ഓതണോ? മുജാഹിദീങ്ങൾ ക്യാൻസലാക്കിയത്. കാരണം ആദ്യത്തെ ആയത്തിന്റെ സ്വീകരിച്ചില്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, പടച്ചവനായ അല്ലാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങി ഓതണം. ആദ്യം ചെറിയ ആയത്താണ്. നമ്മളെ സുന്നികളുടെ പള്ളിയിലൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതും. വിചാരികളെ തോന്നൂല. എന്താ കാരണം? ആദ്യത്തെ ആയത്തിന്റെ ഒഴിവാക്കിയാൽ ഞാൻ വിചാരിച്ചു വേറെ ആയത്തിന്റെ ഒപ്പിക്കുമ്പോണെങ്കിൽ അതല്ലാത്ത വേറെ ആയിട്ടുണ്ട്. അപ്പൊ ഇരിക്കട്ടെ, ഞാനതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞു വന്നത് സൃഷ്ടിച്ചവൻ പടച്ചവൻ അള്ള മാത്രമാണ് വിശ്വാസം. പടച്ചവനാണെന്ന് നിരക്ക് നബിമാരോട് ചോദിക്കുന്നില്ല, ഔലിയാക്കളോട് ചോദിക്കുന്നില്ല. അങ്ങനെയാണ് ഇയാൾ ചോദിക്കുന്ന അറിയോ? യാ ഖാലിഖ് മുഹീദ്ദീന, അങ്ങനെയല്ല വിളിക്കുന്നത്. യാ ശൈഖ് മുഹീദ്ദീന, അബ്ദുൽ ഖാദിർ ജീലാനി. അബ്ദുൽ ഖാദിർ കഴിവുള്ള പടച്ചവന്റെ അടിമയായ ശൈഖേന. കഴിവുള്ള പടച്ചവന്റെ അടിമാണ് അബ്ദുൽ ഖാദിറിന്റെ അർത്ഥം തന്നെ. പിന്നെ ഉടമല്ല, സ്വന്തത്തിൽ ഒരു കഴിവില്ല, അള്ള കൊടുക്കുന്നതേ ഉള്ളൂ. അബ്ദുൽ ഖാദിർ എന്ന പേര് തന്നെ. അപ്പോ ഞങ്ങൾ അള്ളാന്റെ അടിമ.
അള്ള ബഹുമാനിച്ച മഹാൻ എന്ന നിലക്ക് അതൊരു കാരണമാണ്, അള്ള കൊടുക്കാനുള്ള ഒരു കാരണമാണ്. അതിനാ ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടാൻ ചോദിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഇവര് പറഞ്ഞതനുസരിച്ച് അള്ളഹാനോട് ചോദിക്കേണ്ടി തന്നെ വരില്ല. കാരണം എന്താ അറിയോ? അള്ളാഹ്ക്കാരനോട് ഇവൻ കുടുങ്ങിയിട്ടുണ്ട്. ഇവര് പറഞ്ഞതനുസരിച്ച് അള്ളഹാനോട് പറഞ്ഞ് അറിയിക്കുക, ഞാൻ എന്റെ ഇവിടെ പ്ലെയിനിൽ കുടുങ്ങിയിരിക്കുന്നു. ഓ, അള്ളാഹ്ക്കാരനോട് ഇവൻ കുടുങ്ങിയിട്ടുണ്ട്. അള്ള ഉദ്ദേശിച്ചിട്ട് എന്തായാലും ആളെ രക്ഷപ്പെട്ടൂലേ? അള്ള ഉദ്ദേശിച്ചിട്ട് അപ്പുറത്തേക്ക് നടക്കുവോ? ഇയാൾ അള്ള പ്ലെയിനിൽ നിന്ന് തകർക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും തകരൂന്ന് ഉറപ്പല്ലേ? തകർത്താൻ ഉദ്ദേശിച്ചിട്ടെങ്കിൽ എന്തായാലും തകരൂലെന്ന് ഉറപ്പല്ലേ? ഇവരെ വിശ്വാസപ്രകാരം അള്ളഹാനോട് തന്നെ ചോദിക്കുന്നു. ഞങ്ങൾ ചോദിക്കേ, കാരണം അള്ളഹാനോട് ചോദിക്കുന്നു അള്ളഹാനിൽ നിന്ന് കിട്ടാനുള്ള ഒരു കാരണം. അള്ളഹാനോട് ചോദിക്കുന്നതും അള്ളാഹ് അറിഞ്ഞൂടായിട്ടല്ല, പറഞ്ഞറിയിക്കുന്നതല്ല. അള്ളാഹിന്റെ നിന്ന് കിട്ടാനുള്ള ഒരു വഴിയാണ് അള്ളഹാനോട് വരക്കല്. അള്ളാഹിന്റെ നിന്ന് കിട്ടാനുള്ള ഒരു വഴിയാണ് അള്ളാഹിന്റെ നബിയെ വിളിക്കല്. അള്ളാഹിന്റെ നിന്ന് കിട്ടാനുള്ള വഴിയാണ് ഒരിങ്ങിനോട് ചോദിക്കല്. അള്ളാഹിന്റെ നിന്ന് കിട്ടാൻ പല വഴികളും. അല്ലാതെ ഇവര് പറഞ്ഞ പോലെയാണെങ്കിൽ ഇവരെ ധാരണപ്പെട്ട അറിയോ? പ്ലെയിനിൽ കയറിയിട്ട് പ്ലെയിൻ ഇങ്ങനെ ആറുമേഘത്തിൽ കൂടി ആടിങ്ങനെ വയലുമ്പോ അഥവാ അള്ളാഹ്ക്ക് റേഞ്ച് ഇല്ലെങ്കിലോ, അള്ളാഹ്ക്ക് അവിടെ നടക്കുന്ന വിവരമൊന്നും അറിഞ്ഞില്ലെങ്കിലോ ഒന്നേതായാലും വിളിച്ചോടാ. എന്താ പടച്ചോടെ ഞാനുണ്ടേ കുടുങ്ങിയിരിക്കുന്നത്. അള്ളാഹ്ക്ക് അറിഞ്ഞൂടെ ഇവൻ കുടിച്ചതും കുടുങ്ങാത്തൊക്കെ അള്ളന്നല്ലേ ഈ പണിയല്ലേ എടുക്കുന്നത്? അള്ളന്നെ കുടിച്ചത്. പക്ഷെ അള്ള നമ്മളെ പരിശോധിക്കുക. എന്ത്? എന്നെ ഇവൻ വിളിക്കുന്നുണ്ടോ? എന്റെ നബീനെ വിളിക്കുന്നുണ്ടോ? എന്റെ വരീനെ വിളിക്കുന്നുണ്ടോ? എന്നാ രക്ഷപ്പെടുത്തേക്കാ? ഇല്ലേ? എന്നെ വിളിക്കുന്നില്ലേ? എന്റെ നബീനെ വിളിക്കുന്നില്ലേ? ഞാൻ ബഹുമാനിക്കുന്നില്ലേ? എന്നാ കിടക്കട്ടെ അവിടെ. അപ്പോ വാസ്തവത്തിൽ അള്ളാഹിനോട് ദ്വാരക്കുന്നതും ഒരു കാരണമാണ്. എല്ലാം കാരണമാ കൊടുക്കുന്നവരല്ല. ഒന്നാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണത്. ഒന്നാം ക്ലാസ്സിൽ പഠിക്കേറ്റേ തയ്യാറ്. ഒന്നാം ക്ലാസ്സിൽ പഠിക്കണോ? തിരക്ക് ഭയങ്കര തിരക്കായിരിക്കും. LKG അപ്പൊ അള്ളാഹിനെ കിട്ടാൻ അള്ള വെച്ച കാരണങ്ങളാണ്. അമ്പിയാക്കളോട് ചോദിക്കുക, ഉലിയാക്കളോട് ഒക്കെ കാരണങ്ങളാണ്. കാരണങ്ങളുമായി ബന്ധപ്പെടുന്നു, കിട്ടുന്നു. അത് മരുഭൂമിയിലായാലും ശരി, കുറച്ച് പൊങ്ങിയിട്ട് മേലേനായാലും ശരി, സൈക്കിൾ മേലാണെങ്കിലും ശരി, പ്ലെയിനിലാണെങ്കിലും ശരി, നിയമത്തിന് വ്യത്യാസമില്ല. സൈക്കിളാകുമ്പോ അതിന് വലിയ ചെലവ് വരൂല, പ്ലെയിനാകുമ്പോ കുറച്ച് പൈസ ചെലവ് വരും. ഇതല്ലാതെ വേറെ വ്യത്യാസം. അനൗൺസ്മെന്റ് KL 138027 വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നീക്കേണ്ടതാണ്. ആ ദിവ്യത്വം കൽപ്പിക്കുന്നതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം തുടങ്ങിയ പരിപാടികളിൽ ഒരൊറ്റ ചോദ്യം മാത്രമേ സുന്നി ചോദിച്ചിട്ടുള്ളൂ, സുന്നിക്ക് അവസരം നൽകിയിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ കേട്ട മുഴുവൻ ചോദ്യങ്ങളും സിദ്ദീഖ് സാഹിബ് ആയാലും മഹ്മൂദ് ആയാലും ജുനൈദ് ആയാലും ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, അദ്ദേഹമായാലും എല്ലാവരും മുജാഹിദുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. സുന്നികൾക്ക് അങ്ങനെ ഒരു പക്ഷപാതമൊന്നുമില്ല. സുന്നികൾക്ക് ഒരൊറ്റ പ്രൊപ്പോർഷനായിട്ട് കുറെ കൊടുക്കേണ്ടതാണ്, കൊടുത്തിട്ടില്ല. മുജാഹിദുകൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്. തരൂല എന്ന് പറഞ്ഞില്ലല്ലോ. ഇൻഷാ അല്ലാഹ് തരും 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 ഇൻഷാ അല്ലാഹ്. പിന്നെ നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ ഇതിന്റെ നിയമങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു, ഉത്തരം പറഞ്ഞാൽ പ്രമാണങ്ങൾ കൊണ്ട് ഉത്തരം പറഞ്ഞതാണെങ്കിൽ അത് അംഗീകരിക്കണമെന്ന്. ഈ ചോദിച്ച ചോദ്യകർത്താക്കളൊന്നും അത് പറഞ്ഞതായി കണ്ടിട്ടില്ല. ഒന്നുകിൽ നിഷേധിക്കണം, അല്ലെങ്കിൽ അംഗീകരിക്കണം. ആ ദിവ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിക്കാൻ. ദിവ്യത്വം കൽപ്പിച്ചോളൂല്ല. എന്താ ഈ ദിവ്യത്വം കൽപ്പിക്കുക പറഞ്ഞാൽ? ഞാൻ പ്ലെയിനിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞപ്പോ അത് ഇവിടെ ഒരു ഗ്ലാസ് വാങ്ങിയിട്ട് വെള്ളം കുടിക്കാൻ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ആ അടുത്തിരുന്ന് സക്കാഫിക്ക് വെള്ളം തരാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഒരു ചോദ്യമല്ല ഞാൻ പ്ലെയിൻ ഉദ്ദേശിച്ചത്. പ്ലെയിനിന് ആർക്കും സഹായിക്കാൻ കഴിയാത്തൊരു ഘട്ടത്തിൽ ആ പ്ലെയിനിലുള്ള ആരുടെയും പരിധിയിൽ പെടാത്ത ഒരു സഹായമാണ് അള്ളാഹുവിനോട് ചോദിച്ചിരിക്കുന്നത്. ദിവ്യത്വം കൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗഹീദ് 3 വിധത്തിലാണ്. അതായത് റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അസ്മാ സിഫാത്ത്. ഇപ്പൊ റുബൂബിയത്ത് റബ്ബായിട്ട് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അള്ളാഹുവിനെ. ഉലൂഹിയത്തിൽ പ്രശ്നം വരുന്നുണ്ട്. അതായത് അദ്വാഉ ഹുവൽ ഇബാദ. അതായത്
പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് മറ്റുള്ളവരെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ അസ്മാഉ സിഫാത്തിൽ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കും. മൊയ്തീൻ ഷെയ്നെ ഇപ്പൊ എവിടെ നിന്ന് വിളിച്ചാലും, ലോകത്തുള്ള ഏത് ഭാഗത്തു നിന്നും മൊയ്തീൻ ഷെയ്നെ വിളിച്ചാലും അള്ളാഹു കേൾക്കുന്ന പോലെ നിങ്ങളെ കേൾക്കുവാനും, ഏത് ഭാഷയിൽ വിളിച്ചാലും, മൊയ്തീൻ ഷെയ്ൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അറബി മാത്രം അറിയുന്ന മൊയ്തീൻ ഷെയ്നെ ഏത് ഭാഷയിൽ വിളിച്ചു കഴിഞ്ഞാലും അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കുകയും അത് മനസ്സിലാക്കി ഈ വിളിക്കുന്നവനിക്ക് ഉത്തരം നൽകുവാനും അവനെ സഹായിക്കാനും, അതായത് അഭൗതികമായ മാർഗത്തിലൂടെ സഹായിക്കുവാനും കഴിയും എന്നുള്ള ഒരു വിശ്വാസമാണ് ഇവിടെ ഉള്ളത്. ആ വിശ്വാസം വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ആരും തന്നെ ഇല്ല, അതായത് അള്ളാഹുവിനെ പോലെ അവന്റെ സിഫാത്തിൽ തുല്യമായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ള ആ അസ്മാഉ സിഫാത്തിൽ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ രണ്ട് രീതിയിലും അള്ളാഹുവിന് നിങ്ങൾ ശിർക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ദിവ്യത്വം കൽപ്പിക്കുക എന്ന് പറയുന്നത്. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആ ദിവ്യത്വം, അതായത് ഉലൂഹിയത്തിലും അസ്മാഉ സിഫാത്തിലും നിങ്ങൾ എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ദിവ്യത്വം, മറ്റുള്ളവർക്ക് നിങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. ഇതാണ് ദിവ്യത്വം. തീർന്നിട്ടില്ല, ചോദ്യം തീർന്നിട്ടില്ല. അല്ല, ഇപ്പൊ ആ ചോദ്യത്തിന്റെ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. അല്ല, പിന്നെ ഉസ്താദ് ഇവിടെ മോചിതാത്തിനെ പറ്റി പറഞ്ഞു. മോചിതാത്ത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഉസ്താദിനെ പോലെ തന്നെ പ്രവാചകന്മാർക്ക് അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടാകും എന്ന് അംഗീകരിക്കുന്നതാണ്. ഈ മോചിതാത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ മോചിതാത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാരോട് പ്രവാചകന്മാർക്ക് പല രീതിയിലുള്ള അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് അവർ ഉദ്ദേശിക്കും. നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇതാണ്. ഇത് പ്രവാചകന്മാർ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടുന്നതല്ല, അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്നതാണെന്ന് മുജാഹിദിന്റെ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസം പ്രവാചകന്മാർ എപ്പം തോന്നുന്നപ്പോഴൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിശ്വാസം. ഇതിലാണ് വിശ്വാസം. മുഅ്ജിസാത്തിനെ നമ്മൾ നിഷേധിക്കുന്നില്ല, കറാമത്തിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. ഇത് ഉസ്താദ് ഒരു കർണമുറിച്ചലാണ്. ഒരു കാലത്ത് നമ്മൾ നിഷേധിച്ചിട്ടില്ല മുഅ്ജിസാത്തും കറാമത്തൊന്നും. സുന്നി മുസ്ലിയാക്കന്മാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് കൂട്ടരെ. ഞാൻ മുജാഹിദാണെന്ന് ഉറച്ചു കൊണ്ട് പറയുന്നു. ഞാൻ മുജാഹിദ് തന്നെയാണ്. ഇവിടെ എനിക്ക് പറയുന്നതിൽ യാതൊരു മടിയില്ല. കാരണം അവരുടെ അക്കി തന്നെയാണ് ശരി. ഇനി ഉസ്താദ് മറുപടി പറയുക. അപ്പോ ഈ മുഅ്ജിസാത്തും കറാമത്തും അള്ള ഉദ്ദേശിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ എന്നാണ്. ബാക്കിയുള്ള എല്ലാവരും ഉദ്ദേശിക്കുമ്പോൾ കിട്ടുക. മുഅ്ജിസത്തും കറാമത്തും ചോദ്യാർത്ഥാവ് മനസ്സിലാക്കണോ? മുഅ്ജിസത്തും കറാമത്തും അള്ള ഉദ്ദേശിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ നിങ്ങൾ പറയും. ബാക്കിയുള്ള എല്ലാവരും ഉദ്ദേശിക്കുമ്പോൾ കിട്ടുക. മുഅ്ജിസത്തും കറാമത്തും അല്ലാത്തത് അതൊന്ന് പറഞ്ഞാൽ. എല്ലാ കാര്യങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചാൽ തന്നെ കിട്ടുള്ളൂ. അമാനുഷികമായ എന്താ പറയുക ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു കൗമൊന്ന് അടങ്ങിയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ആദർശകരമായി സംസാരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവില്ല. നമുക്ക് തക്ബീർ ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളെ കൂടെ കൂടാം. ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളെ കൂടെ കൂടി നമ്മൾ എല്ലാവർക്കും ചെല്ലാം. ഇൻഷാ അല്ലാഹ്. അപ്പോ അത് മറുപടി ഇല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന നേരം തന്നെ കിട്ടുള്ളൂ. പക്ഷേ അമാനുഷികമായ എന്താ പറയാ, നമ്മളിപ്പോ എന്താ പറയാ നോർമലായിട്ട് ചെയ്യാത്തൊരു കാര്യം, അതായത് വടി പാറയിൽ അടിച്ചിട്ട് വെള്ളം വരുത്തിക്കാന്നുള്ള നോർമലായിട്ട് ഒരു ആൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ കറാമത്തും ഈ എന്താ പറയാ പെട്ടെന്ന് എന്താ പറയാ ഈ അബ്നോർമലായിട്ടുള്ള ഒരു സംഗതി അള്ളാഹു എന്താ പറയാ അത് ആർക്കെങ്കിലും എല്ലാവർക്കും ഒരു സംഗതിയല്ല, ആർക്കെങ്കിലും കൊടുത്തെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ നിശ്ചിത സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കണം. കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ടുള്ള ഒരു സംഗതി ഇവിടെ നടക്കണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കണം, പ്രത്യേകമായിട്ട് അത് ഉദ്ദേശിച്ചിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന്റെ ചില ഇംഗ്ലീഷ് വേർഡുകൾ മനസ്സിലാത്തതുകൊണ്ട് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണ, അബ്നോർമൽ എന്ന് പറഞ്ഞാൽ അസാധാരണ. ആ രണ്ട് കഴിവുകളാണ് പറഞ്ഞത് അദ്ദേഹം. ഇനി പറയട്ടെ, അത് നോക്കട്ടെ, അങ്ങോട്ട് കൊണ്ട നിങ്ങൾ ഇത് പറഞ്ഞാൽ അത് ഒരാൾക്ക് വേദനയാൽ ആഹ് എന്ന് വിളിക്കൂലേ, അവർ ദിക്ർ തന്നെയാണ്. അപ്പൊ ഇരിക്കട്ടെ, അങ്ങനെ ഓരോരുത്തർ സുന്നിയായി തരികയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോളെ. അപ്പോ നവർമലി അന്നവർമലി അതായിപ്പോ വിഷയം. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം പാറക്കടിച്ചിട്ട് വെള്ളം കൊടുത്തത് നോർമൽ പരിപാടിയല്ല, അസാധാരണ പരിപാടിയാണെന്നാ പറഞ്ഞു. ഞാനും എന്നല്ലേ പറഞ്ഞു. അപ്പൊ അസാധാരണമായ വഴിയിലൂടെ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചോദിച്ചാൽ ശിർക്കാണ് എന്നാണ് ഇതുവരെ മുജാഹിദ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞ് ഞങ്ങൾ മുഅ്ജിസത്തും അംഗീകരിച്ചു, കറാമത്തും അംഗീകരിച്ചു. സാധാരണ കാര്യം അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ കിട്ടുക, മുഅ്ജിസത്തും കറാമത്തും അതും അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ കിട്ടുക. ആയിക്കോട്ടെ, പാറയും ലക്ഷം വെള്ളം കിട്ടും അള്ളാഹു ഉദ്ദേശിച്ചിട്ട് തന്നെ. ആയിക്കോട്ടെ, അത് അസാധാരണ സംഭവമാണെന്നും പറയും.
അപ്പോ അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കാനല്ലേ വന്നത്? മുഅ്ജിസത്ത് കറാമത്ത് മുഖേന സഹായിക്കുന്നു നിങ്ങൾക്ക് സഹായം ചോദിക്കാനല്ലേ ഇപ്പൊ സ്ഥിരപ്പെട്ടത്? അപ്പൊ മുഅ്ജിസത്ത് കറാമത്ത് മുഖേന സഹായിക്കുമെന്ന നിലക്ക് ഇങ്ങോട്ട് മുഅ്ജിസത്തും കറാമത്തും നോർമലല്ല, ഇങ്ങോട്ട് ഇവിടെ നോർമലേ ഉള്ളൂ, എല്ലാം നോർമലാ. അപ്പോ ആർക്കും പഞ്ചസാരന്റെ അസുഖമൊന്നും കൂടിയില്ല. അപ്പൊ നോർമൽ പ്രഷറും കൂടിയില്ല, നോർമലാണ്. അപ്പൊ മുഅ്ജിസത്ത് കറാമത്ത് നോർമലല്ല, അത് അസാധാരണ സംഭവമാണ്. അസാധാരണ മാർഗത്തിലൂടെ കിട്ടുമെന്ന് വിശ്വസിച്ചിട്ടാണ് മൂസാ നബിയോട് സഹായം ചോദിച്ചത്. അപ്പൊ കിട്ടി, അത് ഖുർആനിലുണ്ട്. അത് ശിർക്കാന്ന് ഒരു നബിയും പറഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. അതിവിടെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ തെറ്റിയത്. അൽഹംദുലില്ലാഹ്. മുഅ്ജിസത്ത് കറാമത്ത് മുഖേന സഹായം ചോദിക്കും, ഒരു പ്രശ്നമില്ല. പിന്നെ ദിവ്യത്വം കൽപ്പിന്ന് വെച്ചാൽ അള്ളാഹ്ക്ക് തുല്യനായിട്ട് ഒരാളുമില്ല. എങ്ങനെ അള്ളാഹ്ക്ക് തുല്യനായിട്ട് ഒരാളുമില്ല? അതുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരാണേ ഭയങ്കര കറാമത്തുള്ളവർ. കാരണം നമ്മളെ മനസ്സിലെന്താണെന്ന് അവർക്കല്ലേ മനസ്സിലാകും, നമുക്കല്ലോ. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നവർ ശൈഖ് മുജാഹിദ്. എന്താ നമ്മളെ മനസ്സിലെ വിശ്വാസം എന്താന്ന് മുജാഹിദാ പറയേണ്ടത്? ഞങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹ്ക്ക് തുല്യനായി ഒരു വിഷയത്തിലും ഒരാളുമില്ല. വലംയകുല്ലഹു കുഫുവൻ അഹദ്. അള്ള കൊടുക്കുന്നതല്ലാതെ ഒരാൾക്ക് ഒരു കഴിവില്ല. വൽഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. ഖൈറും ശർറുമായ സർവ്വകാര്യം അല്ലാഹുവിൽ നിന്നാണ്. 1-ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചില്ലേ ഞങ്ങൾ? ആർക്കാണതറിയാത്തത്? അല്ലാഹുവിൽ മാത്രമേ എന്തും നടക്കുന്നുള്ളൂ. കറാമത്തും അല്ലാഹുവിൽ നിന്ന്, വലിയത്തും അല്ലാഹുവിൽ നിന്ന്, ബർക്കത്തും അല്ലാഹുവിൽ നിന്ന്, നവർമലും അല്ലാഹുവിൽ നിന്ന്, അന്നവർമലും അല്ലാഹുവിൽ നിന്ന്, എല്ലാം അല്ലാഹുവിൽ നിന്ന്. അല്ലാഹുവിൽ നിന്നല്ലാതെ ഒന്നുമില്ല. ഇത് വിശ്വസിക്കുന്ന ഞങ്ങൾ അല്ലാഹുവിന് തുല്യത കൽപ്പിച്ചു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഏത് വിഷയത്തിലാണ് ഞങ്ങൾ അല്ലാഹുവിന് തുല്യത കൽപ്പിച്ചത്? ഏത് വിഷയത്തിലാണ് തുല്യത കൽപ്പിച്ചത്? അല്ലാഹുവിന് തുല്യനായി ഒരാളും ഇല്ല എന്ന് ഓരോ ദിവസവും എത്ര പ്രാവശ്യം ചെല്ലുന്നവരാ നിങ്ങൾ? വലംയകുല്ലഹു അത് കൊള്ളുവല്ലാഹു ആരാ ഓതലി? നമ്മളല്ലാതെ. അപ്പോ അല്ലാഹുവിന് തുല്യനായി ഒരാളും ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുസ്ലിം, ആ മുസ്ലിം നബിയാണെന്ന നിലക്ക് അള്ളാഹുവിങ്കൽ കിട്ടാനുള്ള കാരണമാണ് നബിയോട് ചോദിക്കൽ, അള്ളാഹുവിങ്കൽ കിട്ടാനുള്ള കാരണമാണ് വലിയനോട് ചോദിക്കൽ എന്ന നിലക്ക് ചോദിക്കുമ്പോൾ അവിടെയും വേണോ അള്ളാന്റെ ഉദ്ദേശം? അത് ഡോക്ടറോട് പറയുമ്പോൾ വേണോ, മരുന്ന് കുടിക്കുമ്പോൾ വേണോ? അള്ളാന്റെ ഉദ്ദേശില്ലാണ്ട് മരുന്നോട് രോഗമാണോ? ഡോക്ടറെ കൊണ്ട് രോഗം മാറ്റാൻ കഴിയുമോ? അള്ള ഉദ്ദേശിക്കാതെ ഇവിടെ എന്താ നടക്കുന്നത്? അവൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രവർത്തിക്കുന്നു. അള്ള ഉദ്ദേശിച്ചത് ഇവിടെ നടക്കുന്നു. അവൻ ഉദ്ദേശിക്കാത്ത ഒന്നും നടക്കൂല. ഇബ്രാഹിം മുസ്ലിയാക്ക് വെള്ളം തരാൻ കഴിയില്ല. ഇബ്രാഹിമിലേക്ക് വെള്ളം തരാൻ കഴിവില്ല. അള്ള കൊടുക്കുന്ന കഴിവ് കൊണ്ടല്ലാതെ ഒരു ജീവിച്ചിരിക്കുന്നവർക്കും കഴിവില്ല, ഒരു മരിച്ചവർക്കുമില്ല, ഒരു നബിക്കുമില്ല, വലിയനുമില്ല, മലക്കിനുമില്ല, ജിന്നിനുമില്ല, സാധാരണയില്ല, അസാധാരണയില്ല. ഇത് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ സുന്നത്ത് ജമാഅത്തുകാർ. അങ്ങനത്തെ ഞങ്ങൾ ഏത് വിഷയത്തിലാണ് അള്ളാഹു തുല്യത കൽപ്പിച്ചത്? ദൈവമാണെന്ന് ഏത് വിഷയത്തിലാണ് കൽപ്പിച്ചത്? ഏത് വിഷയത്തിലാണ് അള്ളാഹുവിന് തുല്യമാണെന്ന് പറഞ്ഞത്? ഒരു വിഷയത്തിലുമില്ല. അല്ലാഹു ജല്ല ജലാലുഹു ഏതു നിലക്കും ഏകൻ, അവന് തുല്യനായ ഒരാളുമില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഡെയിലി ഞങ്ങൾ 1-ാം ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നതല്ലേ അത്? അപ്പോ വെറുതെ കുറെ മുസ്ലിക്കുകളാണെന്നും പറഞ്ഞിട്ട് ശിർക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹബന്ധവും അവരറുത്ത മാംസം ഭക്ഷിക്കലും അവരെ തുടർന്ന് നമസ്കരിക്കലും അവർക്ക് മയ്യിത്ത് നിസ്കരിക്കലും അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടലും അനുവദനീയമല്ല. എവിടെ പറഞ്ഞത്? മുജാഹിദിന്റെ അൽമനാർ 950 ജനുവരി. അപ്പൊ മുസ്ലിമീങ്ങൾ തമ്മിൽ മയ്യിത്ത് നിസ്കരിക്കുന്നില്ലാണ്ടാക്കി. മുസ്ലിമീങ്ങളെ വിവാഹം പാടില്ല എന്ന് പറഞ്ഞു. മുസ്ലിമീങ്ങൾക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങൾ അർത്ഥം നിന്നൂടാ. മുസ്ലിമീങ്ങൾ മറ്റ് ബന്ധങ്ങൾ പറ്റൂല, തുറന്ന് നിസ്കരിച്ചൂടാ. ഇങ്ങനെ എന്താ കാരണോ? അവർ ബദരീകളെ ആക്കണമെന്ന് പറഞ്ഞാൽ, നബിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഇവര് ശിർക്ക് ചെയ്തവരാണ്. ശിർക്ക് ചെയ്യുന്നവരുമായുള്ള വിവാഹം പറ്റൂല, അവരർത്ഥ മാംസങ്ങൾ തിന്നൂടാ, അവരെ മയ്യിത്ത് നിസ്കരിച്ചൂടാ, അവരെ വിവാഹബന്ധം അവരെ തുറന്ന് നിസ്കരിച്ചൂടാ. 1950 ജനുവരിയിൽ അൽമനാറിൽ എഴുതിയതാണ്. എന്നിട്ട് ലോക മുസ്ലിമീങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റി, കുടുംബങ്ങളെ തമ്മിൽ തെറ്റിച്ച്, അതുപോലെ നാട്ടിൽ തെറ്റിച്ച്, എല്ലാ സ്ഥലത്തും ഈ ഭിന്നിപ്പെന്തിനുണ്ടാക്കണം? അള്ളയല്ലാതെ കൊടുക്കുന്നവരില്ല, അള്ളയല്ലാതെ തടയുന്നവരില്ല, അള്ളയല്ലാതെ ഖൈറും ശർറും ഉണ്ടാക്കുന്നവരില്ല.
അള്ള വെച്ച കാരണങ്ങൾ പലതാണ്. ആ കാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോ അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് എന്തിനീ മുസ്ലിം ഹൃദയത്തിൽ ഭിന്നിപ്പുണ്ടാക്കി? ഈ കുത്തുബിയത്തിന്റെ പരിഭാഷ എന്റെ കയ്യിൽ കുത്തുബിയത്ത് പാറന്നൂർ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഇതിൽ പറയുന്ന ആകാശത്തു നിന്നും വെള്ളവും മറ്റേ അരുവികളും എല്ലാം തരുന്നത് വൈദീസികാണ്. ഇതിന്റെ അർത്ഥം കൊടുത്താണ് എല്ലാം ഇത് കാരണം വൈദീസികാണ്. ഇത് പരിശോധിച്ചിട്ട് ഇനി തക്കതായ മറുപടി തരുമെന്ന് പ്രതീക്ഷ. കുത്തുബിയത്തിന്റെ പരിഭാഷയിലാലും തർക്കമില്ല, ഇനി മങ്കൂസൂറിന്റെ പരിഭാഷയിലാലും തർക്കമില്ല. പറഞ്ഞത് വിശ്വസിക്കുന്ന മൊയ്യാരാണോ? ഈമാൻകാരി ആറും വിശ്വസിക്കുന്ന മൊയ്യാരാണോ പറഞ്ഞത്? പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാര് ഹൈറും ഷറും അല്ലാഹുവിലാണ് 1ാം ക്ലാസ്സിലെ മദ്രസയിൽ പഠിപ്പിക്കുന്ന മൊയ്യാർ. പിന്നെ മദ്രസയിലെ മൊയ്യാറാണെന്നല്ല, മദ്രസയിൽ പഠിപ്പിക്കാനുള്ള ബുക്കൽ ഉണ്ടാക്കുന്ന കമ്മിറ്റിയിലുള്ള ആളാണ്. അപ്പോ പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർക്ക് ഉറപ്പാണ് മഴ പെയ്യിപ്പിക്കുന്നവൻ, അരുവി ഒഴിപ്പിക്കുന്നവൻ, അതുപോലത്തെ എല്ലാ സംഗതിയും അള്ള മാത്രമാണെന്ന് ഉറപ്പാ. പിന്നെ മൊയ്തീൻ ഒഴിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്താ? കാരണമാവും. ഒരാൾ പറഞ്ഞ ആ ബസ് ഓട്ടുന്നത് ശരിക്കും നോക്ക്, മലയാളവും പഠിക്കണോ? ബസ് ഓട്ടുന്നത് ഡ്രൈവറാണ്. വേറൊരാൾ പറഞ്ഞു അല്ല പെട്രോൾ ഡീസലാ, വേറൊരാൾ പറഞ്ഞു എഞ്ചിനാണ്, വേറൊരുത്തൻ പറഞ്ഞു ബസ് ഓട്ടുന്നത് മുതലാളിയാണ്. തമ്മിൽ എതിർപ്പുണ്ടോ? മുതലാളിയാ ഓട്ടുന്നതിന്റെ അർത്ഥം അതിന്റെ ഉടമസ്ഥൻ അയാളാണ്. ഓട്ടുന്ന ഡ്രൈവറാന്ന് പറഞ്ഞാലോ സീറ്റുമ്പോ കുത്തിരിഞ്ഞിട്ട് ഗീറെല്ലാം മാറ്റുന്ന അയാളാണ്. എന്നാ പിന്നെ എഞ്ചിനാന്ന് പറഞ്ഞാലോ പ്രവർത്തിക്കുന്ന എഞ്ചിനാണ്. ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥ. അപ്പോഴേക്ക് ആരും മുശിരിക്കൊന്നാക്കണ്ട, അല്ല ഓട്ടുന്നില്ല. ശരി അല്ല ന്യൂനമർദ്ദാന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം. മഴ പെയ്യുന്ന ന്യൂനമർദ്ദാണ്, ഞാൻ മഴ പെയ്യിപ്പിക്കുന്നതിനോട് അങ്ങനെ പറയാം. അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ന്യൂനമർദ്ദം കാരണമാണ്. ന്യൂനമർദ്ദം മഴ പെയ്യിപ്പിക്കോ? അല്ലല്ലേ മഴ പെയ്യിപ്പിക്കുന്നത്? അന്തലവിനസ്തമായി മാൻ അല്ലല്ലേ മഴ പെയ്യിപ്പിക്കുന്നത്? അപ്പൊ കാരണമാണ് എന്നുള്ള അർത്ഥത്തെ പറയുന്നത്. കാരണമാണ് എന്നുള്ള അർത്ഥത്തിൽ സാധാരണ പറയുന്നതല്ലേ നമ്മള്. ഞാനാണ് ഓനെ വലിയ ആളാക്കിയതിന് മുമ്പ് ഒരാള് എന്നോടൊരുത്തം പറഞ്ഞു കാന്തപുരത്തിലെ വലിയ ആളാക്കിയ ഞാനാണ്. ഞാൻ നിങ്ങൾക്ക് എന്നെ ആയിക്കൂടെ അതിനോട് വേറെ ആളാക്കണ്ടല്ലോ. അപ്പൊ അതുപോലെ ചിലര് ഞാനാ അയാളെ വലിയ ആളാക്കി, എന്നാലും ഞാൻ അതിന് കാരണമായി പ്രവർത്തിച്ചു എന്നാണ്, അല്ലാതെ ആക്കുന്ന അല്ലയാണ്. അതെല്ലാം അങ്ങനെ തന്നെയല്ലേ ഇവിടെ ഈ പരിപാടിയിൽ എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നത് ഇവിടുത്തെ SSFന്റെ SUSന്റെ പ്രവർത്തകരാണ്. എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നത് അവരാ. അവർ വിചാരിച്ചാൽ ഞാൻ പ്രസംഗിക്കുമോ? ഞാൻ തന്നെയാന്നും പറയാ, അവരാന്നും പറയാ. എന്നാലോ സുന്നി സംഘടനയുടെ ആൾക്കാരാന്നും പറയാ, അള്ളയാണെന്ന് എന്തായാലും പറയാ. അള്ളയാണ് പറയുമ്പോ അർത്ഥം സൃഷ്ടിക്കുന്നവൻ, പിന്നെ സംഘാടകരാന്ന് പറയുമ്പോ സംഘടിപ്പിച്ചവർ, കാരണക്കാര്. ഞാനാന്ന് പറഞ്ഞാലോ ഇടപെടുന്നവൻ. ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥാണ്. ഇത് പഠിക്കായിട്ടല്ലേ പാവം മുജാഹിദായി പോയത്? അള്ളാഹട്ടെ, ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥാത് പഠിക്കായിട്ടല്ലേ. അങ്ങനെ ഒരു കാരണമില്ല. ഇതിന്റെ അർത്ഥം തന്നെ കൊടുത്തത് ആകാശത്ത് മഴ തരുന്ന മൊയ്തീൻ ഷെയ്ഖ്. അപ്പൊ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, മൊയ്തീൻ ഷെയ്ഖോ അല്ലെങ്കിൽ അള്ളയോ. മൊയ്തീൻ ഷെയ്ഖ് ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണ്, അള്ളയാണെങ്കിൽ ഈ പറഞ്ഞ മൊയ്തീൻ കുട്ടി മോലേക്ക് തെറ്റുപറ്റി. രണ്ട് ഏതാണ് ശരി ഒന്ന് വ്യക്തമായിട്ട്. അള്ളാഹ് ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നത് അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരിക്കുമ്പോ അള്ളയാണ് വഫാത്താക്കുന്നത്. വേറൊരു സ്ഥലത്ത് അള്ളാഹ് പറയും തവഫത്തുഹു റസൂലുനാ, നമ്മൾ പറഞ്ഞേക്കുന്ന മലക്കുകളാണ് വഫാത്താക്കുന്നത്. ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടോ? ഒരു സ്ഥലത്ത് അള്ളാഹ് പറയുന്നത് മലക്കാണ്, ഒരു സ്ഥലത്ത് അള്ളാഹ് പറയുന്നത് അള്ളയാണ്. ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടോ? ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഖുർആനിൽ വൈരുദ്ധ്യമില്ല. എന്നാൽ അതുപോലെ തന്നെ നമ്മളെ കുതുബിയ്യത്തിന്റെ പരിഭാഷയിലുമില്ല. ഭാഷ പഠിക്കണം. മൊയ്തീൻ ഷെയ്ഖാണ് മഴ വരുന്നത്, ആകാശത്ത് മഴ തരുന്നത് മൊയ്തീൻ ഷെയ്ഖാണ്. അങ്ങനെ വിശ്വസിക്കും. അതാണ് നിങ്ങളുടെ വിശ്വാസം. അതെ, മലക്കാണ് മരിപ്പിക്കുന്നത് അള്ള പറയും. മലക്കിന്റെ അല്ല ഈ ചോദ്യത്തിന്റെ അർത്ഥം. മൊയ്തീൻ ഷെയ്ഖാണോ മഴ വരുന്നത് അത് അള്ളാഹുവാണോ? ഖുർആനിൽ അള്ള പറയുന്നത് ഈ കുത്തിബേത്തിന്റെതാണ് ഇവിടെ വിഷയം. ഇത് ഒറ്റ വാക്കിൽ ഉത്തരം പറയും. അതെ, മൊയ്തീൻ ഷെയ്ഖാണോ ആകാശത്ത് മഴ തരുന്നത് അത് അള്ളാഹുവാണോ? അതെ. അപ്പൊ എന്ത് വേണം അറിയോ? ഞാൻ ഒറ്റ വാക്കി പറയണം. ഞാൻ എന്ത് പറയുമ്പോ ഒറ്റ വാക്കി പറയണം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ 2 വാക്ക് പറഞ്ഞിട്ട് നന്നായാൽ അതല്ലേ നല്ലത്? നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുന്ന ഒറ്റ വാക്കായിരിക്കണോ? ഞാനൊരു 2 വാക്ക് പറഞ്ഞത് ഹിദായത്തുകളെ കിട്ടിക്കോട്ടെ. അള്ള എത്ര വാക്കാ ഖുർആനിൽ പറഞ്ഞു അബൂജഹലൊക്കെ നന്നാന്? എന്നാ അള്ളാഹോട് അബൂജഹൽ പറയും ഒറ്റ വാക്ക് പറയുള്ളൂ. അപ്പൊ ഖുർആനിലുള്ള ഒറ്റ വാക്കിൽ അള്ള ക്യാൻസൽ ആക്കാനാ? ഒരാൾ ഹിദായത്താകാൻ എത്ര വാക്ക് പറയണമെന്ന് ഹിദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ തീരുമാനിക്കേണ്ടത്. അള്ളാഹോട് അബൂജഹലിന്റെ വാശി അള്ളാ നീ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല, ഒറ്റ വാക്ക് പറ. എന്തൊരു സങ്കടം ഇത്! ഒറ്റ വാക്ക് പറയാ ഇവിടെ വേണ്ട. ഞാൻ
കളരിയല്ല, ഇത് കളരിപ്പാറ്റല്ല, ഇത് ഹിദായത്ത്, സന്മാർഗം കണ്ടെത്താനുള്ളൊരു വഴിയാ. അപ്പോ സന്മാർഗം കണ്ടെത്താനുള്ള വഴി ഒറ്റ വാക്കല്ല പറയേണ്ടത്. അള്ളാന്റെ ഖുർആനിൽ അല്ലാഹു തആല അള്ളാഹു പറഞ്ഞേക്കുന്ന മലക്കുകളാണ് വഫാത്താക്കുന്നത് ഒരു സ്ഥലത്ത് പറയും, അള്ളയാണ് എന്നും പറയും. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? ഇല്ല. ഇതുപോലെ പാർന്നൂർ മദീനക്കുട്ടി മുസ്ലിയാർ മദ്രസയെ പഠിപ്പിക്കുന്നത് ഖൈറും ഷർറും ഒക്കെ അള്ളയാണ് കൊടുക്കുന്നത്. ഖൈറാണ് മഴ. അപ്പൊ മഴ അള്ളയാണെങ്കിൽ പാർന്നൂർ മദീനത്തിൽ ഒരു ബുക്ക് പറയും, വേറൊരു ബുക്കിൽ അയാൾ പറയുന്നത് മൊഹീദ്ദീൻ ഷേഖ് മഴ കൊടുത്തു എന്നല്ലേ കൊടുക്കുന്നു. എന്നതിന്റെ അർത്ഥം എന്താ? മൊഹീദ്ദീൻ ഷേഖ് കാരണമായി മഴ കിട്ടുന്നു, മലക്കുകൾ കാരണമായി റൂഹ് പുറത്തു പോകുന്നു. അപ്പൊ ഇതാർക്കും മനസ്സിലാവില്ലേ? മുസ്ലിമുകൾ ഭിന്നിച്ചേ പറ്റൂന്ന് വിചാരിച്ചിട്ട് എന്തിനാണ് ഈ വാശി? എന്തിനാണ് ഈ മുസ്ലിമുകളെ ഭിന്നിപ്പിക്കുന്നത്? വാശി പിടിച്ചിട്ട് ഒറ്റ വാക്കി പറയണം, പ്രാർത്ഥനയെ പറയൂ. എന്നാലും മുസ്ലിമുകൾ തമ്മിൽ അടിച്ചേ പറ്റൂന്ന എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ? ഞാൻ എന്റെ മുജാഹിദ് സുഹൃത്തുക്കളെ വളരെ നിഷ്പക്ഷമായി ചിന്തിക്കാൻ ക്ഷണിക്കാണ്. എല്ലാ മുജാഹിദുകളെയും ഞാൻ ക്ഷണിക്കാണ്. ഒന്ന് നിങ്ങൾ ശരിക്കും നിഷ്പക്ഷമായി ചിന്തിക്കും. എന്തിനീ മുസ്ലിമുകളെ തമ്മിൽ നിങ്ങൾ ഏൽപ്പിക്കണം? നമുക്കൊന്ന് വിശാലമായി ചിന്തിച്ചുകൂടെ? നമ്മുടെ തൊട്ട വീട്ടുകാരനായ മുസ്ലിമിനെ എന്തിനു നിങ്ങൾ കാഫറാക്കണം? എന്തിനു മുസ്ലിക്കാക്കണം? നമുക്കൊന്ന് വിശാലമായി ചിന്തിച്ചുകൂടെ? എന്തിനാണ് ഈ വാശി? ഇതുകൊണ്ടെന്താ കാര്യം? നമുക്ക് മരിക്കണ്ടേ? നമുക്ക് മരിക്കണ്ടേ? ഈമാനോടെ മരിക്കണ്ടേ? മുസ്ലിമുകളെ ഭിന്നിപ്പിക്കാനാണോ നമ്മളോട് കൽപ്പന? തർക്കം കൂടണമെന്നാണോ കൽപ്പന? നമ്മൾ ഒറ്റക്കെട്ടായി ജീവിക്കേണ്ടതല്ലേ? ഇവിടെയുള്ള മറ്റു ആളുകളൊക്കെ മുമ്പിൽ മുസ്ലിമുകൾ ഇങ്ങനെ തർക്കം, വാദപ്രതിവാദം, മുഖാമുഖം, അങ്ങോട്ടും തല്ലി, പള്ളി പൂട്ടലി, മദ്രസ പൂട്ടലി. എന്തിന്? ഒന്ന് ഒറ്റ വാക്കിൽ പറയണം. എന്താ രണ്ട് വാക്ക് പറഞ്ഞാൽ വരിക? എന്നാ ഒറ്റ വാക്കി ചോദ്യം ചോദിക്കണ്ടേ? ചോദ്യം ചോദിക്കുന്ന 4 വാക്കി ചോദിക്കുക, പറയുന്ന ഒറ്റ വാക്കി പറയണോ? ഇതെന്തൊരു ലോകാണ്. പണ്ടൊരു ചങ്ങാതി പറഞ്ഞിരുന്നു, ഞാൻ ന്യായത്തിന് ഭയപ്പെടൂല. എന്തിനാ ന്യായത്തിന് ഭയപ്പെടൂല എന്ന് പറയുന്നു? നമുക്ക് ന്യായമായി ജീവിച്ചുകൂടെ? ന്യായമായി മരിച്ചുകൂടെ? അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. അദ്ദേഹം പറഞ്ഞ മറുപടിയൊക്കെ നിങ്ങൾ കേട്ടിരുന്നു? അല്ല, അദ്ദേഹം മറുപടി അല്ല, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല ശ്രദ്ധിച്ചില്ല. കാരണം നിങ്ങൾ ഈ നിരയിലുള്ള മുഴുവൻ ആളുകളും പരസ്പരം ചർച്ചയാണ് മറുപടി പറയുമ്പോൾ. അപ്പൊ ഇനി അവസരം നൽകണമെങ്കിൽ മറുപടി പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുക, കേട്ടതിന് ശേഷം മറുചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ അവസരം തരില്ല. പിന്നെ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ പരിപാടി നമുക്ക് സത്യം ഈ കൂടിയ ജനങ്ങളൊന്നും വിഡ്ഢികളല്ല, സംഗതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും 10,000 ഇവിടെ കൂടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് മറുപടി പറയുമ്പോൾ ചോദ്യം ശ്രദ്ധിക്കണം, അതൊരു മാന്യതയാണ്. ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ഇവിടുന്ന് പരസ്പരം ചർച്ച ചെയ്യാണ്. നിങ്ങൾ വേറെ റെഫറൻസ് നോക്കുകയാണ്, ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്, കുറിപ്പ് കൊടുക്കുകയാണ്, അങ്ങനെ കൊടുക്കുകയാണ്, ഇങ്ങനെ. നിങ്ങൾ ചോദ്യം ചോദിക്കണം, മറുപടി കേൾക്കണം. നിങ്ങൾ ചൂടായിട്ട് കാര്യമില്ല മോശം. ഞാൻ എന്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. ഇതേ ചോദ്യം തന്നെ. ആകാശത്തിന്റെ മഴ തരുന്നത് അത് അള്ളാഹുവാണോ, അത് എല്ലാം വിരീക്ഷയാണെന്നോ? എന്താണ് ചോദ്യം? അതിന് ഇത് ഉത്തരം പറയുന്നത് മലക്കാണ്. അള്ളാഹ് പറയുന്നതിന്റെ ഖുർആനിലെ മലക്കാണ്. മലക്ക് അള്ളാഹ് കൊടുത്ത് ഇത് ചെയ്താണ്. മലക്കെല്ലാം ഡ്യൂട്ടിയാണത്. പിന്നെ മലക്കെതിരാ ഇത് അതല്ല. അങ്ങനെയാണ് മൊയ്തീൻ ഷെയ്ഖ് എന്റെ ഇതുപോലല്ലേ ഈ ഉദാഹരണം. മൊയ്തീൻ ഷെയ്ഖ് ആണോ ആകാശത്തിന് മഴ തരുന്നത്, അത് അള്ളാഹുവാണ്? ഏതാണ് 4 വാക്കാണ് അതിന്റെ മറുപടി കേട്ടോ. നിങ്ങൾക്ക് മൈക്ക് ഇയാള് തന്നില്ലേ? ഇയാളോ തന്ന അല്ലയോ? ഒന്ന് നിങ്ങൾക്ക് മൈക്ക് തന്ന അല്ലയാണോ അല്ലെങ്കിൽ മജീദ് മാറ്റാണോ? പറയാം. മൈക്ക് തന്നത് അള്ള കൊടുത്ത കഴിവാണ്. ആ കഴിവിലാണ്. അങ്ങനെയാണ് ഒരു വീട്ട്. മൊയ്തീൻ ഷെയ്ഖ് ജീവിച്ചിട്ട് എത്ര കാലായി? മൊയ്തീൻ ഷെയ്ഖ് മരിച്ചിട്ട് എത്ര കാലായി? എത്ര 800 കൊല്ലമുണ്ടോ മൊയ്തീൻ ഷെയ്ഖ്? അതിന്റെ മുമ്പ് മഴ വന്നിട്ടില്ലേ? അപ്പൊ ആരാ മഴ വന്നത്? മൊയ്തീൻ ഷെയ്ഖിന്റെ കൈകൊണ്ടാണെങ്കിൽ. അപ്പൊ അന്ന് ജീവിക്കാത്ത മൊയ്തീൻ ഷെയ്ഖ് പിന്നെ ആരെ കൈകൊണ്ടാ അന്നുണ്ടാവില്ല മഴ? അപ്പോ മജീദ് മാഷ് ജനിക്കുന്നതിന് മുമ്പ് മൈക്കാർ കൊടുത്തില്ലേ? മജീദ് മാഷ് മൈക്ക് വന്നിട്ട് കൊല്ലത്തിലായി, മജീദ് മാഷ് ജനിച്ചിട്ട് കൊല്ലത്തിലായി. പറയുക, കൊല്ലം പറയും. ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണ് എനിക്ക്. അല്ലാതെ ഒരു ചോദ്യം അധികം ഇങ്ങനെ ഉരുണ്ട് വെച്ചിട്ട് കാര്യം. ഇതിന്റെ ഈ അർത്ഥത്തില് എന്താണ്? ആകാശത്തെ മായ തരുന്നത് മൊയ്തീൻ ഷെയ്ഖോ അതോ അള്ളാഹ്? അത് അള്ളയാണെങ്കിൽ അള്ളാഹെന്ന് പറയാം, മൊയ്തീൻ ഷെയ്ഖാണ് മൊയ്തീൻ ഷെയ്ഖ് എന്ന് പറയാം. രണ്ട് ഏതാണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒന്ന് പറയാം. ഒറ്റ ഒരാൾക്കാ ചോദിക്കാൻ അവസരം. മൈക്ക് കൊടുത്താൽ മാത്രമേ സംസാരിക്കാം, വേറെ ആരും സംസാരിക്കാം. കേട്ടോളൂ. അപ്പോ അദ്ദേഹം മനസ്സിലാക്കുന്നത് ഈ മഴയെ പടക്കുന്നവൻ മുഹീദ്ദീൻ ഷെയ്ഖ് ആണെന്നാ ഞങ്ങൾ പറഞ്ഞെന്നാ നിങ്ങൾ തിരിച്ചറിച്ചത്. ഒരു സാധനത്തിനെയും പടക്കുന്ന ഒരാളുമില്ല അല്ലാതെ.
ചെല്ലി നിൽക്കണ്ട. അള്ളയല്ലാതെ സഹായിക്കുന്നവനില്ല, അള്ളല്ലാതെ സഹായിക്കുന്നവനില്ല. പിന്നെ നിങ്ങളിപ്പോ മറുപടി നടത്തി ഞങ്ങളെ സഹായിക്കില്ല നിങ്ങൾ ചോദിക്കൂ. ശരിയാണ്, അള്ളാന്റെ സഹായം തന്നെയാണ്. അള്ളാന്റെ സഹായം ഞാൻ മുഖേന, അള്ളാന്റെ സഹായം മജീദ് മാഷി മുഖേന, അള്ളാന്റെ സഹായം അമ്പിയാക്കൾ മുഖേന, ഔലിയാക്കൾ മുഖേന. അപ്പം ഈ മുഹീദ്ദീൻ ശേഖ് എന്ന് പറഞ്ഞാൽ ആരാ? യഖ്തുബ അഖിലിസ് സമാ വൽ അർളി ഖൗസഹുമാ യാ ഫൈള ഐനൈ വുജൂദൈഹിം വഗൈതഹുമാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു. ബുഖാരിയിലുള്ള ഒരു അധ്യായം, ബാബു മനിസ്തആന ബിദ്ദുഅഫാ, ദുർബലരായ മഹാന്മാരെ കൊണ്ട് സഹായം തേടിയ അധ്യായം. അപ്പൊ ദുർബലരായ ബലമുള്ളവരെ കൊണ്ടല്ലേ സഹായം തേടേണ്ടി? അഭിത്തില്ലാൽ കൊണ്ട. അപ്പൊ ദുർബലരില്ല, ദുനിയാവിലെ ദൗർബല്യല്ല, അള്ളാന്റെ അടുക്കൽ വലിയവര്, ജനങ്ങളുടെ ദുർബലർ. അങ്ങനത്തെ കുറെ മഹാന്മാരുണ്ട്, അവരെ കൊണ്ട് സഹായം തേടി അധ്യായം എന്നിട്ട് അധ്യായം രണ്ട് ബുഖാരി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിലുണ്ട് ആ കുത്തുബിയത്തിന്റെ സർഹങ്ങൾ. അപ്പോ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അത് സൂഫിയാക്കളുടെ ഒരു സാങ്കേതിക പ്രയോഗമാണ്. എന്ത്? സൂഫിയാക്കള് അവർക്കൊരു പ്രയോഗമുണ്ട്, കുത്തുബ്. കുത്തുബ് എന്ന് പറഞ്ഞാലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സംഗതികളും ഇവിടെ ചെയ്യുമ്പോ അല്ലാഹു ചിലരെ ബഹുമാനിക്കുക എന്നത് അള്ളാഹിനോട് തീരുമാനിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അബൂജഹലിനെ നശിപ്പിക്കുമ്പോ ബദരീകൾ മുഖേന നശിപ്പിക്കുന്ന അള്ളാഹ്. ഇവിടെ റൂഹ് ഊതുമ്പോ മലക്ക് മുഖേന, റൂഹ് പിടിക്കുമ്പോ മലക്കുൽ മൗത്ത് മുഖേന, വെള്ളം കൊടുക്കുമ്പോ മീകായിൽ മുഖേന, ഇങ്ങനെ അള്ള പലരെയും കാരണക്കാരാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഖുതുബ് എന്ന് പറയുന്ന വലി, ആ വലിയുടെ പ്രാർത്ഥന മുഖേനയാണ് ലോകത്തുള്ള ആളുകൾക്കൊക്കെ അവരുടെ കാലഘട്ടത്തിൽ ആ ഖുതുബിന്റെ പ്രാർത്ഥന മുഖേനയാണ് എല്ലാവർക്കും അല്ലാഹു തആല മഴയും മറ്റു ഖൈറൊക്കെ കൊടുക്കുക, മഹാന്മാരെ പ്രാർത്ഥന മുഖേന. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഖുതുബ് മുഖേന കിട്ടുന്നു. അത് ഈ ഭാഷ അറിയാതിരുന്ന വലിയ ബുദ്ധിമുട്ടാണ്. ഔലിയാക്കളെ ഭാഷയായിട്ട് പഠിക്കണം. ഞാൻ സാധാരണക്കാർക്ക് പഠിക്കാൻ വേണ്ടി പറയും, എല്ലാവർക്കും ഭാഷ മനസ്സിലാവൂല, ഓരോരുത്തർക്കും ഓരോ ഭാഷ. ഞാനിപ്പോ നല്ല ഒരു കന്നുകാലി തീറ്റ ഉണ്ടാക്കി, ഇവിടെ വെച്ചിട്ട് ഞാൻ കന്നുകാലിനെ വിളിച്ചു, ബഹുമാനപ്പെട്ട പശുവേ, പ്രിയപ്പെട്ട പശുവേ, ഞാനിവിടെ കന്നുകാലി തീറ്റ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉടനെ വന്ന് കഴിച്ച് തിരിച്ചു പോകേണ്ടതാണ്. പശു ഇങ്ങനെ മേൽപോട്ടു. ഞാൻ പശുവിന്റെ ഭാഷയെ പറയുമ്പോഴേ പശുവിന് മനസ്സിലാവും. പശു അതാ ഓടി വരുന്നു. നേരത്തെ ഞാൻ സാഹിത്യം പറഞ്ഞപ്പോ പശുവിന് മനസ്സിലായില്ല, കാരണം പശുവിന് ഈ ഇരുന്നില്ല. ഇതുപോലെ ഔലിയാക്കളെ ചില ഭാഷ ഉണ്ട്. ഈ ഔലിയാക്കളെ ഭാഷ ഔലിയാക്കളുമായി ബന്ധമില്ലാത്തവർക്ക് മനസ്സിലാവൂല, അവരെ ഇന്നാന്ന് വിളിക്കണോ. നേരത്തെ ബഹുമാനപ്പെട്ട പശു തന്നെ പശുവിലൂടെ ഇതുപോലുണ്ട് ചില മഹാന്മാർ. ആ മഹാന്മാരെ സാങ്കേതിക പ്രയോഗമാ കുത്തുബ്, ആ മഹാന്മാരെ സാങ്കേതിക പ്രയോഗമാ ബദലി എന്നൊക്കെ പറയുന്നു. അതിന്റെ വിശദീകരണങ്ങൾ അതിന്റെ കിതാബുകളിലുണ്ട്. അത് പഠിക്കാത്ത സാധുക്കള് എന്താണ് ഇതെന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. ഖുർആൻ കൊണ്ടാ സംസാരിക്കുന്നത്, ഖുർആൻ കൊണ്ടാ ഞാൻ പറയുന്നത്. ഖുർആനിൽ അല്ലാഹു തആല അള്ളയാണ് വഫാത്താക്കുന്നവെന്ന് പറയുന്നു. അതേ ഖുർആനിൽ അല്ലാഹു തആല അല്ലാഹുവിന്റെ മലക്കുകളാണ്, മലക്കുകളാണ് വഫാത്താക്കുന്നത് എന്ന് പറയുന്നു. ഖുർആനിൽ അല്ലാഹു തആല ഹിദായത്താക്കുന്നവൻ അള്ളയാണെന്ന് പറയുന്നു. അള്ള ഹിദായത്താക്കുന്നു. അതേ ഖുർആനിൽ അള്ള പറയുന്നു, ഇന്നക ലതഹ്ദീ, നബിയെ തങ്ങൾ ഹിദായത്താക്കും. അപ്പൊ ഒരായത്തിൽ അള്ള പറയുന്നത് അള്ളയാ ഹിദായത്താക്കുന്നത്, വേറൊരായത്തിൽ അള്ള പറയുന്നത് നബിയാ ഹിദായത്താക്കുന്നത്, ഒരായത്തിൽ അള്ള പറയുന്നത് അള്ളയാ വഫാത്താക്കുന്നത്, വേറൊരായത്തിൽ അള്ള പറയുന്നത് മലക്കുകളാ വഫാത്താക്കുന്നത്. ഇതൊന്നും വൈരുദ്ധ്യമല്ല, ഓരോന്നിനും ഓരോ അർത്ഥമാണ്. അള്ളയാണ് എന്ന് പറഞ്ഞാൽ അള്ളയാണ് സൃഷ്ടിക്കുന്നത്, മറ്റ് സൃഷ്ടികളാണ് എന്ന് പറഞ്ഞാൽ അവരാണ് കാരണമാകുന്നത്. ആർക്കും മനസ്സിലാകുന്നതല്ലേ ഇത്. എന്തിനീ മുസ്ലിമീങ്ങളെ കാഫറാക്കണം, എന്തിനീ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കണം? നമുക്കൊരു വിഷയം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം. നമുക്കൊരു കാര്യം അറിയാത്തതിന് അറിവുള്ളവരൊക്കെ നിസ്സാരപ്പെടല. നമുക്കറിയില്ല എന്ന് പറയണം. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന السمع والبصر والفؤاد كل اولئك كان عنه مسؤولا. അല്ലാഹു പറഞ്ഞതല്ല, വിവരമില്ലാത്തത് പറയരുത്, നിനക്കറിവില്ലാത്തത് പറയരുത്.
ഇന്ന സമഅ നിന്റെ കാത്, വൽ ബസറ നിന്റെ കാഴ്ച, വൽ ഫുആദ നിന്റെ മനസ്സ്, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അല്ലാഹുവിനെ ചോദ്യം ചെയ്യപ്പെടും. ഇവരില്ലാതെ മതം പറയരുത്, ഇവരില്ലാതെ കുത്തുബിയത്തിനെ വിമർശിക്കരുത്, ഇവരില്ലാതെ മൻസൂർ മോഡലിനെ വിമർശിക്കരുത്, ഇവരില്ലാതെ മുഹീദ്മാരെ വിമർശിക്കരുത്. വിവരമുള്ളവർ പറഞ്ഞത് വിവരമില്ലാത്തവർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞങ്ങൾക്കതറിയില്ല എന്ന് പറയണം. വിവരമുള്ളവർ പറയട്ടെ. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യമാണോ? ചോദിക്കൂ നബിയെ. അറിവുള്ളവർക്കറിയാം, അറിയാത്തവനറിയില്ല. നിങ്ങൾക്കതറിയില്ല, നിങ്ങളത് പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് സൂഫിയാക്കളെ ഇസ്ലാഹ അറിയില്ല, ഔലിയാക്കളെ ഭാഷ അറിയില്ല. അറിയാത്ത നിങ്ങളത് പറയണ്ട, അറിയാത്തവരത് പറയണ്ട. അപ്പോ നിങ്ങളത് പറഞ്ഞ് എല്ലാ മുജാഹിദും ഉദയത്തോളം പറഞ്ഞു ഞങ്ങളൊന്നു ഞങ്ങൾക്കതറിയാം, അതിന്റെ അർത്ഥം അറിയാം. ഞങ്ങൾ വിശ്വാസിക്കുന്നതാണ് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ ഞങ്ങളെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് അറിയാതെ ഞങ്ങൾക്ക് ഉറപ്പാണ് അള്ളയല്ലാതെ കൊടുക്കുന്നവരില്ല, അള്ളയല്ലാതെ തടയുന്നവരില്ല, അള്ളയല്ലാതെ എല്ലാ ഹൈറും എല്ലാ ചെറുവും അള്ളാഹുവിങ്കൽ, വേറെ ഒരാളും കൊടുക്കുന്നവരും തടയുന്നവരുമില്ല. അള്ളാഹു തരാൻ കാരണമായി അള്ള പലതിനെയും നിശ്ചയിച്ചിട്ടുണ്ട്. മരുന്ന് രോഗം മാറാൻ കാരണമാണ്. അപ്പൊ മരുന്ന് രോഗം മാറ്റിയെന്ന് ഒരാൾ പറഞ്ഞാൽ കാഫറാവോ? രോഗം മാറ്റിയതാ മരുന്നാണ്, ആ ഗുളികയാണ് എന്റെ രോഗം മാറ്റിയത്, കാഫറാവോ? ശിർക്കാവോ? അള്ളല്ലേ രോഗം മാറ്റുന്നത്. എനിക്ക് രോഗമായ ആ രോഗം സുഖപ്പെടുന്നത് അള്ളയാണെന്ന് ഖുർആൻ അള്ള പറയും. അള്ളാന്റെ റസൂൽ മന്ത്രിച്ചതാ. അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇസ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉ ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ. അല്ലാഹുവേ നീയാണ് രോഗം കൊടുക്കുന്നവൻ. അല്ലാഹുവേ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് മനുഷ്യന്മാരുടെ റബ്ബായ അല്ലാഹുവേ നീ പ്രയാസം നീക്കി തരണം. അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇസ്ഫി നീ സുഖപ്പെടുത്തി തരണം. നീയാണ് സുഖപ്പെടുത്തുന്നവൻ. നീ അല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. അള്ള മാത്രമേ രോഗം സുഖപ്പെടുത്തുന്നു. ഒരാൾ പറഞ്ഞത് എന്റെ രോഗം സുഖപ്പെടുത്തുന്ന ആ ഡോക്ടറാണ്, അയാളെപ്പാട് കാഫറായിപ്പോയോ? അയാളൊരു മുസ്ലിം പറയുമ്പോ വൽഖദരി ഖൈരിഹി വശർരിഹി വിശ്വസിച്ച മുസ്ലിമാ പറയുന്നത്. അയാൾ പറയുമ്പോ അതിന്റെ അർത്ഥം ആ ഡോക്ടർ കാരണമായി ഇതാ. ഇതുപോലെ ആ മരുന്നാണ് എന്റെ രോഗം മാറ്റിയത് എന്ന് പറയും. അതിന്റെ അർത്ഥം ആ മരുന്ന് കാരണമായില്ല. കാരണം അവരെ രോഗം സുഖപ്പെടുന്നു എന്ന് വിശ്വസിച്ചവനല്ലേ ഇത് പറയുന്നത്. എന്തുകൊണ്ട് നമുക്ക് മുസ്ലിമുകളെ പറ്റി നല്ല വിചാരിച്ചൂടാ? നിങ്ങളെ മനസ്സിലെ വിശ്വാസം അങ്ങനെയാണ്, ഞങ്ങളെ മനസ്സിലെ വിശ്വാസം നിങ്ങളാ പറയേണ്ടത്. അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവനില്ല, അള്ളയല്ലാതെ തടയുന്നവരില്ല. 5000 മലക്കുകൾ ഇറക്കിയിട്ട് ബദറിലുള്ള സഹായിച്ചു. അല്ല 5000 മലക്കുകൾ ഇറക്കി സഹായിച്ചു. അല്ല എന്ത് പറഞ്ഞു? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. സഹായം അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. 5000 മലക്കുകൾ ഇറക്കിയിട്ട് അല്ല പറയുന്നത് അല്ലാഹുവിങ്കൽ നിന്നാണ്. മലക്കുകൾ കാരണമാണ്, സഹായിച്ചു അല്ല തന്നെ. മലക്കുകൾ ഊതിൽ മലക്കുകൾ ഞെരുക്കം പിടിച്ചിട്ടായിരുന്നു അല്ല, അള്ളയാണ് സഹായിച്ചത്, മലക്കുകൾ കാരണമാണ്. ഇതുപോലെ ഒരു മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാരണമാണ്. നേരെ മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കാത്ത, അള്ളാഹുവിന് ഏതെങ്കിലും വിഷയത്തിൽ ഒരു തുല്യനുണ്ടെന്ന് വിശ്വസിക്കുന്ന മുജാഹിദുകൾ വിശ്വസിച്ചാലും പറഞ്ഞാലും പേടിക്കണം. കാരണം അവർക്ക് സാധാരണക്കാരൊക്കെ സാധാരണ മനുഷ്യന്മാരും മറ്റുള്ളൊക്കെ അല്ല ഇതങ്ങനെയാണ്. അത് ശിർക്കാണത്. മുജാഹിദിന്റെ വാദം കടുത്ത ശിർക്കാണ് കേട്ടോ. മുജാഹിദിന്റെ വാദം കടുത്ത ശിർക്കാണ്. കാരണം അവർ ചില സംഗതിക്ക് നമ്മളും ചിലയിനല്ലേ. ഞങ്ങൾ അങ്ങനെയല്ല, എല്ലാം അല്ലാഹു. എല്ലാ വിഷയത്തിലും മുജാഹിദിന് അബദ്ധാണ്. നേരത്തെ അല്ലാഹു മാത്രമല്ല, ബാക്കിയുള്ള എല്ലായിരിക്കാം. ഇന്ന സലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിസ്കാരം അല്ലാഹി, ഹജ്ജ് അല്ലാഹി, അറവ് അല്ലാഹി, വമഹ്യായ എന്റെ ജീവിതം അല്ലാഹി, വമമാതി എന്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒക്കെ അല്ലാഹി. മുഖാമുഖം നടത്തുന്നത് അല്ലാഹി, മറുപടിക്കുന്നത് അല്ലാഹി, പ്രസംഗിക്കുന്നത് അല്ലാഹി, മറുസുണ്ടാക്കുന്നത് അല്ലാഹി, ഉറൂസയ്ക്കുന്നത് അല്ലാഹി, നേർച്ചയ്ക്കുന്ന അല്ലാഹി, ഒക്കെ മുസ്ലിമിന്റെ അല്ലാഹി. നേർച്ച മാത്രം അല്ലാഹി. അത് ഇവിടുന്ന് കിട്ടിയതാ. അത് ഏത് ഖുർആനിലുള്ളത്? നേർച്ച മാത്രം അല്ലാഹി, എല്ലാം അല്ലാഹി. അതാ മുസ്ലിം. അപ്പൊ മുജാഹിദിന്റെ വാദം ശിർക്കാണ്. കുറെ അല്ലാഹും കുറെ സൃഷ്ടിക്കും, അത് ശിർക്കാണ്. അവിടെ മുജാഹിദ് ആശയത്തിൽ പെട്ടുപോയ വല്ലവരും ഉണ്ടെങ്കിൽ തൗഹീദിലേക്ക് മടങ്ങണം, തൗഹീദിലേക്ക് മടങ്ങണം. അല്ല മാത്രമേ കൊടുക്കുന്നവരും തടയുന്നവനുമുള്ളൂ, അള്ളയല്ലാതെ കൊടുക്കുന്നവരും തടയുന്നവരുമില്ല. അല്ല കാരണങ്ങളായി ഭൗതികവും വെച്ചിട്ടുണ്ട്, അഭൗതികവും വെച്ചിട്ടുണ്ട്. നിങ്ങൾ രോഗസമരത്തിന് 2 കാരണം. ഒന്ന് ഖുർആൻ, ഖുർആൻ ഓതൽ കൊണ്ട് രോഗം മാറും.
അത് അഭൗതികാണ്. അത് യുക്തിവാദിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഖുർആൻ ഓതിയാൽ മാറുന്നുണ്ട്, റസൂലുള്ളാഹിക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ട്. തേന് ഭൗതികാണ്, അത് യുക്തിവാദിക്ക് അംഗീകരിക്കാൻ കഴിയും. തേനോണ്ട് രോഗം മാറും. നേരെ മറിച്ച് ഖുർആൻ ഓതിയാൽ മാറുന്നുള്ളതോ യുക്തിവാദിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ യഥാർത്ഥത്തിൽ മുജാഹിദാഖീം എന്ന് പറയുന്നത് യുക്തിവാദത്തിൽ നിന്ന് കടമെടുത്ത ആശയമാണ്. കൊടുക്കുന്നവനും അറിയുന്നവനും അള്ളയാണ്. ആ അല്ലാഹു വെച്ച കാരണങ്ങളാണ് ഭൗതികമായ കാരണം, അഭൗതികമായ കാരണം. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കണ്ണിന് കാഴ്ച കുറഞ്ഞു, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കുപ്പായം കൊടുത്ത് മുഖത്തിട്ടോളൂ കാഴ്ച വരുന്നത്. അത് അഭൗതികമാണ്. അപ്പൊ ഭൗതികം അഭൗതികം എന്ന വ്യത്യാസം വരുത്തി നിങ്ങൾ അള്ളാഹുവിൽ ശിർക്ക് കാണിക്കും. അതിൽ നിങ്ങൾ പിന്മാറണം. നമ്മുടെ സമയം 10 മണി വരെയാണ്. തയ്യാറാക്കിക്കൊണ്ടുവന്ന ചോദ്യങ്ങൾ മുഴുവനും ചോദിച്ചു തീർക്കാന്ന് പറഞ്ഞാല് ഒരു മാസത്തോളം പരിപാടി നടത്തേണ്ടി വരും. അല്ല, 23 കൊല്ലം റസൂലുള്ളാഹിക്ക് അബൂജഹൽ സംശയം തീർന്നോ? ഇല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 10 മണിവരെ 10 മണിവരെ എല്ലാ അവസരവും തരും. ഒരു അനൗൺസ്മെന്റ്, ഒരു മോട്ടോർ സൈക്കിളിന്റെ താക്കോൽ കളഞ്ഞു പോയിട്ടുണ്ട്. കിട്ടിയവർ ഗേറ്റിന് സമീപത്തുള്ള പോലീസിനെ ഏൽപ്പിക്കേണ്ടതാണ്. അവിടെ ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്. ഈ ചോദ്യത്തിന് നിങ്ങളെ ഗ്രൂപ്പിൽ ആർക്കാണ് വേണ്ടത്? ഓക്കെ, ഞാൻ കുറെ നേരമായി ചോദിച്ചു. മഴ പെയ്യിക്കാൻ അള്ളാഹു നീക്കാൻ ഏൽപ്പിച്ചു, മൊയ്തീൻ ഷേഖിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? മഴ പെയ്യിക്കാൻ അള്ളാഹു മൊയ്തീൻ ഷേഖിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ അള്ളയോ അല്ല നീക്കായില്ല. ഇപ്പൊ മഴ പെയ്യിപ്പിക്കുന്ന ആരാ? മറുചോദ്യമില്ല. മഴ പെയ്യിക്കാൻ അള്ളാഹു താല പറഞ്ഞത്, മഴ പെയ്യിക്കാൻ അള്ളാഹു താല നീക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അതുപോലെ മരിപ്പിക്കാൻ മലക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മൊയ്തീൻ ഷേഖിന് അള്ളാഹു മഴ പെയ്യിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? ചോദ്യം. അപ്പൊ അള്ള പറയുന്നു അൻസൽനാമിനമായി മഹാൻ, ആകാശത്ത് നിന്ന് വെള്ളമിറക്കിയ നമ്മളാണ്. ഇയാൾ പറയുന്നത് നീക്കായി ഏൽപ്പിച്ചിരിക്കുന്നു. അയപ്പേനും ഏൽപ്പിച്ച് നീക്കാൻ ഏൽപ്പിച്ചിട്ടില്ലേ? ഇല്ല 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 ഇല്ല. ഏതിനാ? ഓക്കെ, ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഓക്കെ. കിട്ടിയില്ലേ? നീക്കായി ഏൽപ്പിച്ചിട്ടില്ല. അത് അങ്ങനത്തെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഒരു സംഗതി വന്ന വേറെ ആളെ ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ. അള്ളാന്റെ അധികാരം വിട്ടുപോയി ഞങ്ങളെ പറഞ്ഞിട്ടോ. മഴ പെയ്യിക്കാനുള്ള അള്ളാന്റെ അധികാരം എന്തായി? വിട്ടുപോയി. അങ്ങനെ അള്ളാന്റെ അധികാരം വിട്ടുപോയിട്ടില്ല. ഒരു നീക്കായിനെ ഏൽപ്പിച്ചില്ല, അള്ളന്നെ മഴ പെയ്യിപ്പിക്കുന്നു. നീക്കായിന് കാരണമാണ് മഴ പറക്കുന്നത് അള്ളിയ. ഓരോ തുള്ളിയും അപ്പൊ അള്ള പറക്കുക. നീക്കായിലാ പറക്കുന്നത്. മൊയ്തീൻ ഷേഖെ രക്ഷിക്കണമേ, ബദരീങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഭൗതികമായ പ്രാർത്ഥനയുമോ അഭൗതികമായ പ്രാർത്ഥനയുമോ? എന്നാൽ ഖുർആനിൽ ഭൗതികമായ പ്രാർത്ഥനയും അഭൗതികമായ പ്രാർത്ഥനയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ട മതമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തെളിവറിയുക. മൗലീദ് വാണിയോ റാത്തീബോ കുത്തിബിത്തോ എന്നോ ഇസ്ലാമിന്റെ തെളിവല്ല. ഇസ്ലാമിന്റെ തെളിവ് ഖുർആനും ഹദീസുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം പറയണം. അതാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ള പുസ്തകങ്ങളോ പ്രസിദ്ധീകരണങ്ങളോ ഇസ്ലാമിന്റെ തെളിവല്ല. ഈ അടിസ്ഥാനത്തിൽ ഭൗതികവും അഭൗതികവുമായ പ്രാർത്ഥന ഖുർആനിലൂടെയും ഹദീസിലൂടെയും തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് കഴിഞ്ഞു കേട്ടോ. ഒരു 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റ് എനിക്ക് മറുപടി പറയാനുള്ളതാണ്. കേട്ടോളൂ. ഭൗതികം അഭൗതികം നേരത്തെ പറഞ്ഞില്ല, ഇപ്പം പറഞ്ഞ പുതിയൊന്നും പറഞ്ഞില്ല. ഭൗതികം അഭൗതികം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വെള്ളം തേടി അഭൗതികമായ നിലക്ക് വെള്ളം കൊടുത്തു. ഭൗതികമായിട്ടല്ല കൊടുത്തത്. അഭൗതികമായ നിലക്ക് വെള്ളം കിട്ടാൻ വേണ്ടി തേടി അഭൗതികമായി കൊടുത്തു. എനിക്ക് കേട്ടോളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് വെള്ളം തേടി കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്തു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്തു. ഭൗതികമാണോ അഭൗതികമാണോ? കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുക്കാൻ കഴിയോ? അതുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ജന്മത്തുന്ന മദീനത്തെ പള്ളിന്റെ ചുമരിന്റെ മേലെ ഇപ്പോഴും അതാ എഴുതി വെച്ചിരിക്കുന്നു. കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്ത് സഹായിച്ച നബിയേ.
ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ദാഹം വർദ്ധിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സഹാബത്തി നബിയോട് വെള്ളത്തിന് തേടുന്നു. കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുക്കുന്നു, പാത്രത്തിലുള്ള വെള്ളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഇന്ന ബിനീഹാദാവത്തൂൻ, നബിയെ എന്റെ 5 വയസ്സുള്ള ഈ മോനെ, ആ മോന് രോഗമാണ് നബിയെ എന്ന് റസൂലുള്ളാഹിനോട് സങ്കടം പറയുന്നു. അപ്പൊ അള്ളാന്റെ റസൂൽ തലയിൽ കൈവച്ചിട്ടൊന്ന് തടകി കൊടുക്കുന്നു, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. അഭൗതികമാണ്, കൈയെടുത്ത് തലയിൽ വെച്ച ആ രോഗം മാറുമോ? അഭൗതികമായ നിലക്ക് അള്ളാന്റെ റസൂല് അതാ രോഗം മാറ്റി കൊടുക്കുന്നു. അഥവാ അള്ള രോഗം മാറ്റാൻ വേണ്ടി കൈ അള്ളാന്റെ റസൂല് തലയിൽ വെക്കുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും അഭൗതികമാണ്, ഭൗതികമല്ല. അതുകൊണ്ട് ആ യുക്തിവാദി പ്രാർത്ഥിക്കാത്തത് അഭൗതികമാണ്. പ്രാർത്ഥിക്കുന്നു, കൈയെടുത്ത് തലയിൽ വെക്കുന്നു. ആ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നത് 95 വയസ്സായി എനിക്ക്, 95 വയസ്സായിട്ട് ഈ 95 വയസ്സായ ഞാൻ നല്ല ആരോഗ്യത്തോടെ ശരീരത്തോടെ നിൽക്കുന്നു. അള്ളാന്റെ റസൂല് തലയിൽ കൈവച്ചത് കൊണ്ടാണ്. ഇമാം ബുഖാരി എത്ര സ്ഥലത്താണ് അത് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ അള്ളാന്റെ റസൂല് മൂസാ നബിയുടെ അനുയായികൾ മാത്രമല്ല, അള്ളാന്റെ റസൂലിന്റെ അനുയായികളും അള്ളാന്റെ റസൂലിനോട് സഹായം ചോദിക്കുന്നു, അഭൗതികമായ നിലയ്ക്ക് കിട്ടാൻ ചോദിക്കുന്നു, അഭൗതികമായ നിലയ്ക്ക് തന്നെ സഹായം കൊടുക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. ആയിരക്കണക്കിന് ഹദീസുകൾ, എത്രയെത്ര തുലിമുകളാണുള്ളത്. ഇത് ഇമാമിന്റെ കിതാബുകളല്ല, ഖുർആനാണ് ഓതിയത്, ഹദീസാ വായിക്കുന്നത്. ഖുർആനിലും ഹദീസിലും അടിക്കടി പഠിപ്പിച്ച ഈ ആശയം അത് അംഗീകരിച്ച് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ജീവിക്കുമ്പോൾ മദീനത്തെ പള്ളിന്റെ ചുമരിന്റെ മേലെ വരെ ഇപ്പോഴും അള്ളാന്റെ റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്ന പദ്യം ലോക മുസ്ലിങ്ങൾ അംഗീകാരത്തോടുകൂടെ നിലനിൽക്കുന്നു. സാധുക്കളായ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളാണ് ശിർക്ക് ചെയ്തവരാണെന്ന് പറഞ്ഞ് പേരോടിന് വരട്ടെ ഞാൻ പൊട്ടിക്കാം, പേരോടിന് വരട്ടെ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് നടന്നവരില്ലേ? ചോദ്യം ഈ വന്നപ്പോ അങ്ങോട്ടും ചോദ്യം ഉന്നയിച്ചപ്പോ ഓരോന്നോരോന്നായി സമ്മതിക്കുന്നതല്ലേ കണ്ടത്. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അത് ഹഖായ പ്രസ്ഥാനമാണ്. അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. എന്നും അതിന് 16ആണ്. സുന്നത്ത് ജമാഅത്തിൽ എന്നും 16ആണ്. അതിന് പ്രായം കൂടുതലില്ല. അതിന് തെളിവ് ഖുർആനാണ്, അതിന് തെളിവ് ഹദീസാണ്. കൊട്ടപ്പുറത്തുനിന്ന് ചോദിച്ചു, മരിച്ചവരെ വിളിച്ചതുണ്ടോ? കാന്തപുരം ഉസ്താദ് ഖുർആനിൽ ആയത്തോലിയിട്ട് ഇപ്പോഴും ഇങ്ങനെ ഉരുളാണ്. ആയത്തുകളും ഹദീസുകളും എത്രയുണ്ടോ? പക്ഷേ നിങ്ങൾ വിശ്വസിക്കണം, അബൂജഹലിന് തെളിവ് കാണിച്ചു കൊടുത്തു, അബൂജഹൽ സ്വീകരിച്ചില്ല, അത് തെളിവല്ലെന്ന് പറഞ്ഞു. അതുപോലെ ഓരോ നബിമാരും തെളിവ് കൊണ്ടുവരുമ്പോ അത് തെളിവല്ല, ഞങ്ങൾ പറഞ്ഞ തെളിവല്ല എന്ന് പറഞ്ഞു. അതുപോലെ ഖിയാമത്ത് നാൾ വരെ ഈമാനിന്റെ പ്രകാശം കൽബിൽ കിട്ടാത്തവർക്ക് മഹാന്മാര് പറയുന്ന തെളിവ് തെളിവാണെന്ന് തോന്നൂല. അതുകൊണ്ട് സർവ്വ മുജാഹിദീനും മുഖാമുഖം കഴിഞ്ഞു പോയിട്ട് നന്നായി ഒതുവെടുത്ത് ഒരു 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവോട് പ്രാർത്ഥിക്കുക, പഠിച്ചവനെ വെളിച്ചം കാണിച്ചു തരണേ, ഈമാനിന്റെ വെളിച്ചം കാണിച്ചു തരണം, ഖുർആനിന്റെ വെളിച്ചം കാണിച്ചു തരണം, ഹദീസിന്റെ വെളിച്ചം കാണിച്ചു തരണമെന്ന് നിങ്ങൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള വഴിയാണ് മഹാന്മാരെ വിളിക്കണം, മഹാന്മാരോട് പറയും, അവർ പ്രാർത്ഥിക്കണം. ഇതുകൊണ്ടാണ് ഖുർആൻ ശരിക്ക് കേട്ടോ, ഉഊനി അസ്തജീബ് ലക്കും, അല്ലാഹു ഖുർആനിൽ പറയുന്നു, എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുജാഹിദ് മൗലവിമാര് പഠിപ്പിച്ചതുപോലെ എവിടുന്ന് ആരെപ്പം പ്രാർത്ഥിച്ചാലും ഉത്തരം തരുമെന്നല്ല, കള്ളുകുടിയും കള്ളുചാപ്പെന്ന് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നല്ല, മറ്റുള്ളവന്റെ ഒരു വഞ്ചിക്ക് തിന്നുന്നവൻ ചോദിച്ചാൽ ഉത്തരം കൊടുക്കുമെന്നല്ല. പിന്നെ അള്ള പറയുന്ന എന്നോട് ചോദിച്ചു ഉത്തരം തരും. ആർക്കാണ് അള്ള ഉത്തരം കൊടുക്കുന്നത്? ഖുർആനിൽ അള്ള പ്രത്യേകം പറയുന്നു, വയസ്തജീബുല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വയസീദുഹും മിൻ ഫദ്ലി വൽ കാഫിറൂന ലഹും അദാബുൻ സദീദ്. ഉത്തരം കൊടുക്കുന്നത് തെമ്മാടികൾക്കല്ല,
അവിശ്വാസികൾക്കല്ല, മഹാന്മാരെ നിസ്സാരപ്പെടുത്തുന്നവർക്കല്ല. ഉത്തരം കൊടുക്കുന്നത് ആർക്കാണ്? അള്ളാഹു പറയുന്നു യസ്തജീബുല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്. വിശ്വാസവും സൽക്കർമ്മവുമുള്ള മഹാന്മാർക്ക് അള്ളാഹു ഉത്തരം ചെയ്യുന്നു. അപ്പൊ അള്ളാഹു ഉത്തരം കൊടുക്കുന്ന മഹാന്മാർ അമ്പിയാക്കളും സജ്ജനങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുജാഹിദിനെ പോലെ അഹങ്കാരമില്ല, ഞങ്ങൾ വലിയവരാണെന്ന ധാരണയില്ല. എന്താ പേരോട് വെള്ളർക്കാത്തതെന്ന് ചോദിച്ചില്ലേ? പേരോടിന് വലിയാണെന്ന് വിശ്വാസമില്ല, പേരോട് നബിയാണെന്ന് വിശ്വസിക്കുന്നില്ല, പേരോട് പാവപ്പെട്ടവനാണ്. അള്ളാഹു രക്ഷപ്പെടുത്തണം. അവന്റെ മഹാന്മാരെ ബഹുമാനിക്കുന്നതുകൊണ്ട്, അവന്റെ മഹാന്മാരെ സ്നേഹിക്കുന്നതുകൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കും പോലെയല്ല ബദരീകളെ പ്രാർത്ഥന, ഞങ്ങളെ പ്രാർത്ഥന പോലെയല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന. അല്ലാഹു പറഞ്ഞില്ലേ വയസ്തജീബുല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വയസീദുഹും മിൻ ഫദ്ലിഹി. സൽക്കർമ്മവും ഈമാനുമുള്ള മഹാന്മാർക്ക് അല്ലാഹു ഉത്തരം ചെയ്യുന്നു. വയസീദുഹും മിൻ ഫദ്ലിഹി. ചോദിക്കൽ കൊടുക്കൽ മാത്രമല്ല, അവന്റെ ഔദാര്യമായിട്ട് അവർക്ക് പലതും പലതും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. വൽ കാഫിറൂന ലഹും അദാബുൻ ശദീദ്. ഇതൊക്കെ നിഷേധിക്കുന്നവരുണ്ടല്ലോ, മഹാന്മാർക്ക് കിട്ടുമെന്നത് നിഷേധിക്കുന്നവരുണ്ടല്ലോ, മഹാന്മാരെ ദുആക്കാണ് ഉത്തരം കിട്ടുന്നതെന്നത് അതാ നിഷേധിക്കുന്നവരുണ്ടല്ലോ. അത്തരം ആളുകൾക്കൊക്കെ ലഹും അദാബുൻ ശദീദ്. ശക്തിയായ ശിക്ഷയാണ് കേട്ടോ. ഖുർആൻ വിശ്വസിച്ചോളും, ആ ആയത്ത് വിശ്വസിക്കൂല, വേറെ ആയത്ത് വേണമെന്ന് പറയരുത്. അതുപോലെ അള്ളാന്റെ ഖുർആൻ പറഞ്ഞ മഹാന്മാർക്കാണ് ഉത്തരം കിട്ടുന്നതെന്നത് നിഷേധിക്കരുത്. ഇതിനർത്ഥം ഇബ്ലീസിന് ഒരിക്കലും ഉത്തരം കിട്ടൂല എന്നല്ല. ഇബ്ലീസ് അള്ളാനോട് അന്നിർലീലായോന്ന് ചോദിച്ചപ്പോ ഇന്ന കബിലൽ മുൻവരിന്ന് ഒരിക്കലും ഉത്തരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ആരും ഇബ്ലീസിനെ വിളിച്ചിട്ട് ദ്വാർപ്പിക്കലില്ല, പറയലില്ല, ഇസ്തിഹാദ് ചെയ്യലില്ല. കാരണം അതൊന്നുള്ള കബറനുസരിച്ച് കൊടുത്തതാണ്. നേരെ മറിച്ച് ഉത്തരം കിട്ടുന്ന മഹാന്മാരുണ്ട്, അത് സജ്ജനങ്ങളാണെന്ന് ഖുർആൻ പറയുന്നു. ആ സജ്ജനങ്ങളോട് ചോദിക്കുമ്പോൾ അവർ അള്ളാഹുവോട് ചോദിച്ച് വാങ്ങിക്കൊടുക്കുന്നു. പിന്നെ മരിച്ചു പോയാന്ന് പറഞ്ഞേ അത് സാധുക്കൾക്ക് അതിനെ കുറിച്ച് അറിയില്ല. മരിച്ചു പോയാ ആരാ പോയത്? ആരാ പോയത്? ആത്മാവോ ശരീരോ? ആരാ പോയത്? മരിച്ചതാരാണ്? പോയതാരാ? മരിച്ചു പോയാ. മുജാഹിദികളൊക്കെ പോയി മരിച്ചു പോയാ ആരെ പോയത്? ആത്മാവാണോ? മരിച്ചാൽ പോവോ? മരിച്ചാൽ പോവോ വരുവോ? ഇങ്ങനെ മരിച്ചു പോയാ മരിച്ചു പോയ മരിച്ചു പോയാ ബദരീകള് മരിച്ചാ പോവോ? ഇങ്ങനെ മരിച്ചു പോയാന്ന് പറഞ്ഞത് അവ ചോദിച്ച വാചകം തന്നെ ഓരോന്നോരോന്നായി ഖണ്ഡിക്കാനുണ്ട്. സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ അതിലേക്കൊന്ന് വിശദമായി കടക്കാറുന്നത് ആ വിഷയത്തിൽ തെറ്റീന്ന് പറയേണ്ടെന്ന് വിചാരിച്ചിട്ട്. മരിച്ചാലെങ്ങനെ പോയി? മരിച്ചു പോയാ മരിച്ചാൽ എവിടെ പോകുന്നു? ആരാ പോകുന്നു? മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മുജാഹിദിന് അറിയില്ല. മരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ആത്മാവ് പുറത്തിറങ്ങലാണ്. ശരീരത്തിന്റെ ഉള്ളിലുള്ളപ്പോഴും വിളിച്ചത് ആത്മാവിനെയാണ്. ശരീരത്തെ പുറത്തിറങ്ങിയപ്പോൾ വിളിച്ച ആത്മാവിനെയാണ്. ടാക്സി ഡ്രൈവറെ ടാക്സി കുത്തിഞ്ഞാല് മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റൂ, കാറിനറിയാമെന്ന് പറയാൻ പറ്റൂല. ഈ ആത്മാവ് പുറത്തിറങ്ങിയതല്ലാതെ വേറെന്താണ്? അത് നിങ്ങൾ ആത്മാവ് ശരീരത്തിന് പുറത്തിറങ്ങി, ഇനി ആ ശരീരമായിട്ട് കണക്ഷനും ഉണ്ട്. അപ്പൊ ആ ആത്മാവ് അല്ലാഹുവിന്റെ സൈന്യമാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ് വകാന അല്ലാഹു അലീമൻ ഹകീമാ. അല്ലാഹു ആകാശത്തുണ്ട് സൈന്യങ്ങൾ, ഭൂമിയിലുണ്ട് സൈന്യങ്ങൾ. അല്ലാഹു ഹിക്മത്തുള്ളവനാ, ഇൽമുള്ളവനാ. ഈ സൈന്യങ്ങളെ വിളിക്കുന്ന അല്ലാഹുവിന്റെ സൈന്യങ്ങളെ, അള്ളാന്റെ സൈന്യങ്ങളെ വിളിക്കുമ്പോൾ സഹായം കിട്ടുന്നത് അല്ലാഹുവിൽ നിന്നാ. മൂസാ നബി അള്ളാന്റെ സൈന്യമാ. മൂസാ നബിയെ വിളിച്ചപ്പോൾ അല്ലാഹു കൊടുത്തു. അള്ളാന്റെ സൈന്യത്തെയാ വിളിച്ചത്. അള്ളാന്റെ സൈന്യത്തെ വിളിക്കുന്നത് തെറ്റാണ്. ഏത് ഖുർആനിലാണുള്ളത്? ഏത് ഹദീസിലാണുള്ളത്? അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ, സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ച് മരിക്കണം. അപ്പോഴേ ഈമാനോടെ മരിക്കൂ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ഈമാൻ സലാമത്താക്കി മരിപ്പിക്കണം റഹ്മാനേ. ഈ പരിപാടി സംഘടിപ്പിച്ച പ്രവർത്തകന്മാർക്ക് ഒരുപാട് ചെലവുണ്ട്. അതുകൊണ്ട് എല്ലാവരും സംഭാവന കൊടുക്കണം. അവർക്ക് തങ്ങൾ വാങ്ങും. തങ്ങന്മാരെ കയ്യാ ബർക്കത്തുണ്ട്. അങ്ങനെയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു വലിയ മഹാൻ എന്റെ അബ്ബാസ് റളിയല്ലാഹു കൊണ്ട് അത് അർപ്പിച്ചു. കാരണം നല്ലതുകൊണ്ടാ. അത് ബുഖാരിയിലുള്ളതാ. അബ്ബാസ് റളിയല്ലാഹുവിനെ തൗസീലാക്കിയത് ബുഖാരിയിലുള്ളതാ. തങ്ങളായതുകൊണ്ട് എല്ലാവരും തങ്ങളെ കയ്യിൽ നല്ല സദഖ കൊടുക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആ കിതാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. എല്ലാവരും കൊടുക്കുന്ന സദഖ മരിച്ചവരുടെ പേരിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റുകളും പരിപാടി ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ചോദ്യമുണ്ടാവുമ്പോ ഇതാ 28-ാം തീയതി വാദപ്രതിവാദമുണ്ട്. അവിടെ വരിക. ഓപ്പറേഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ അതാ സന്തോഷത്തോടെ
രോഗികളെ തിരിച്ച് വീട്ടിലേക്ക് അയച്ചവരും അങ്ങനെ തുടങ്ങി വലിയ അത്ഭുതങ്ങൾ എന്ന സ്ഥാപനം അതിലേക്ക് ധാരാളം നേർച്ചുകൾ ഈ സദസ്സിൽ വന്നവരും ബാഹുജനോര ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കട്ടെ. എല്ലാവർക്കും യാചിക്കുന്നു. നിങ്ങളൊക്കെ സിറാജുൽ ഹുദയിൽ നടക്കുന്ന ദിക്ർ ഹൽഖകളിലേക്കും സിറാജുൽ ഹുദയുടെ കീഴിലുള്ള ആയിരക്കണക്കിന് നൂറുകണക്കിന് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ നിങ്ങളെല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നു. ആ മഹത്തായ സ്ഥാപനം അതിലേക്ക് നേർച്ച വന്നവരും ഇപ്പോഴും നേർച്ചകൾ കൊടുത്തയച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ചെയ്യുന്നു. മുജാഹിദിന്റെ ഒരു മാസികയിൽ സിറാജുകളുടെ വർഷത്തിന് പരിഹസിച്ചിട്ടൊരു ലേഖനം എഴുതി. അതുകൊണ്ട് ഇപ്പൊ മുജാഹിദികൾ നേർച്ചയാക്കുന്നത് അവർക്ക് തോന്നിയത് തന്നെയായിരിക്കും. അവരും നേർച്ചയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ നന്ദി. അതുപോലെ ജമാഅത്തുകാരും കൂടി നയിക്കാൻ കുറച്ചുകൂടി നന്ദി. അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളെല്ലാവരും വിവാഹത്തിന് ഉത്തരം തരട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹുവേ നിങ്ങളെ മനസ്സിലാക്കണം. റഹ്മാനേ നമ്മളെ എന്നെ പ്രാർത്ഥിക്കുന്നു. അല്ലാഹു ഉത്തരം തരാൻ വേണ്ടി മഹാന്മാരെ പേര് പോയി മഹാന്മാരെ മനസ്സിലാക്കും. ചിലപ്പോൾ ആ മഹാന്മാർക്ക് കൊടുക്കുന്നു. അവർ അള്ളാഹോട് ചോദിച്ചു വാങ്ങിച്ചിരുന്നു അവരോട് തന്നെ പറയും. എന്നല്ലാതെ നമ്മൾ ധാരക്കുള്ള സമാനോടെ ഇവരുടെ ധാരണ നമുക്ക് ഇപ്പോൾ ധാരക്കുന്ന സമാനോടെ അതിലൊന്നും സംശയമൊന്നുമില്ല. അതൊക്കെ പ്രത്യേക ആളുകൾ ആദ്യം ഉറപ്പാക്കാൻ വേണ്ടി പ്രാർത്ഥന വധിച്ച് പിന്നീട് നമുക്ക് ഒന്നും പറയാൻ കഴിയാതിരിക്കുന്നതിനെ നമ്മൾ കാണുന്നത്. അള്ളാഹുവേ എല്ലാവർക്കും സന്മാർഗത്തിന്റെ വെളിച്ചം കാണിക്കണം. റഹ്മാനേ ഞങ്ങൾ വലിയ ഫലാത്ത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹനീയ ഹദറത്തിലെത്തിക്കണം. റഹ്മാനേ അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ പങ്കിലേക്ക് ഏറ്റിക്കണം. റഹ്മാനേ ഞങ്ങൾ ചൊല്ലിയ തഹ്ലീലുകൾ ഞങ്ങൾ നയിച്ചവരുടെ ഖബറിലെത്തിക്കണം. റഹ്മാനേ അവരെ ഞങ്ങളെ സ്വർഗ്ഗത്തിലിരുന്ന് ചൂടണം. റഹ്മാനേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه